നമ്മുടെ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, റെസ്യൂമെ ആൻഡ് ലിങ്ക്ഡിൻ പ്രൊഫൈൽ സെറ്റപ്പിനെ കുറിച്ചുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഓക്കെ, ഈ ട്രെയിനിങ് പ്രോഗ്രാം നമുക്ക് വേണ്ടി ഓർഗനൈസ് ചെയ്യുന്നത് ഇത്ര നേരവും നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഇന്റേൺഷിപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ച ബേസ് ലാബാണ്. സോ ബിഫോർ ഐ സ്റ്റാർട്ട് ദ സെഷൻ, ചെറിയൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായത്തില് ഒരു ജോബ്, ഒരു കരിയർ, ഇത് രണ്ടും തമ്മിൽ ഏതെങ്കിലും രീതിയിലുള്ള വ്യത്യാസം ഉണ്ടോ? കരിയേഴ്സ് മീൻസ് നമ്മ ബിൽഡ് ചെയ്യുന്ന കരിയർ മെയിനായിട്ടും നമ്മൾ ഒരു പേഴ്സണലായിട്ട് ബിൽഡ് ചെയ്യുന്ന സംഭവമാണ്. അതുപോലെ തന്നെ ജോബ് എന്ന് വെച്ചാൽ അതിനെ അറ്റൻഡ് ചെയ്യുന്നു, അതെങ്ങനെ പെർസ്പെക്റ്റീവിൽ നമ്മൾ ചെയ്യുന്നതാണ് ജോബിനുള്ള ആവശ്യം. നോർമലി നമ്മൾ ഏതായിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക, ജോബാണോ കരിയറാണോ? ഫസ്റ്റ് കരിയർ ആൻഡ് ദെൻ കരിയർ. നമ്മൾ പ്ലാനിങ് സെറ്റ് ചെയ്തിട്ട് ജോബിലേക്ക് പോവാന്ന്, അങ്ങനെയാണ്. സോ എഞ്ചിനീയറിംഗ് ഈസ് എ കരിയർ, ബട്ട് എഞ്ചിനീയർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ജോബ്. ഓക്കെ, സോഫ്റ്റ്വെയർ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കരിയർ, ബട്ട് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് പറയുന്നത് ഒരു ജോബാണ്. കമ്പനിയിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഒരു ജോബാണ്. ഒരു ലോങ് ടേം സക്സസിന് ഏറ്റവും കൂടുതൽ ആവശ്യം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് കരിയറാണ്. ടീച്ചിങ് ഈസ് എ കരിയർ, ബട്ട് ബീങ് എ ടീച്ചർ ഇസ് എ ജോബ്. ആ ഒരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ട് വിശ്വസിക്കുന്നു. റൈറ്റ്? So it is easy somewhere it is easy to get a job, but landing in a perfect career is not that much easy. If you have a qualification, maybe you will get a job, but even though you have a qualification, landing on the right career, അതിൽ കുറച്ച് എഫേർട്ട് വേണം. അപ്പാർട്ട് ഫ്രം നമ്മുടെ അക്കാഡമിക് എഡ്യൂക്കേഷൻ, അതിന്റെ സർട്ടിഫിക്കറ്റിന് അപ്പുറത്ത് അതിൽ നമുക്ക് സ്കില്ല് വേണം, അതിൽ നമുക്ക് എക്സ്പീരിയൻസ് വേണം. സ്റ്റുഡൻസിന്റെ എക്സ്പീരിയൻസ് പറയുന്നത് അവരുടെ ഇന്റേൺഷിപ്പാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കരിയറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി കഴിയുന്നത്. നമ്മൾ സ്റ്റുഡൻഷിപ്പ് ഇരിക്കുന്ന സമയത്തെ കരിയർ പ്ലാൻ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ സ്റ്റുഡൻഷിപ്പ് കഴിയുന്ന സമയത്ത് കിട്ടുന്ന ഒരു ജോലിയിലേക്ക് നമ്മൾ മാറേണ്ടി വരും. അങ്ങനെ കിട്ടുന്ന ഒരു ജോലിയിലേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു കരിയറിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് ചാലഞ്ചിങ് ആയിരിക്കണം. സോ യുവർ കരിയർ ഷുഡ് സ്റ്റാർട്ട് ഫ്രം യുവർ സ്റ്റുഡൻഷിപ്പ് എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ കരിയർ പ്ലാൻ ചെയ്യുന്ന ആളുകൾക്കാണ് എന്തിന്റെ ആവശ്യം വരുന്നത്? ഒരു റെസ്യൂമയുടെ ആവശ്യം കൃത്യമായിട്ട് വരുന്നത്. ലൈഫ് ലോങ് ആയിട്ട് ആവശ്യമുള്ള കാര്യമാണ് റെസ്യൂമെ എന്നുള്ളത്. ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഈ ഒരു സെഷനിലൂടെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇത്രയാണ്. അണ്ടർസ്റ്റാൻഡ് ദ റോൾ ആൻഡ് സ്ട്രക്ചർ ഓഫ് എ റെസ്യൂമെ. റെസ്യൂമയുടെ പ്രാധാന്യം എന്താണ്, സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് ആക്ഷൻ വേർബ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റെസ്യൂമയിൽ ബുള്ളറ്റ് പോയിന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുക എന്ന് മനസ്സിലാക്കുന്നു. നിങ്ങളുടെ റെസ്യൂമെ എങ്ങനെയാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു എന്ന് മനസ്സിലാക്കുന്നു. റെസ്യൂമിലുള്ള മിസ്റ്റേക്സ് എന്തൊക്കെയാണ്, എങ്ങനെ അവോയ്ഡ് ചെയ്യാം, എങ്ങനെയാണ് നിങ്ങൾക്ക് ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുക. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ റെസ്യൂമെ എന്ന് പറയുന്നത്. അതിലൊരു ഇമ്പോർട്ടന്റ് റോൾ എന്ന് പറയുന്നത്, നിങ്ങളൊരു ആപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് നിങ്ങളെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന, നിങ്ങൾ എന്താണ് എന്ന് ആ റിക്രൂട്ടറിനോട് പറയാൻ വേണ്ടി പറ്റുന്ന ഏക ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ആ റെസ്യൂമെയാണ്. ആ റെസ്യൂമെയിലുള്ള ഒരു കുത്ത്, ഒരു കോമ, ഒരു വര, ഒരു വാക്ക്, സ്പേസിങ്, ലെറ്റർ എല്ലാം നിങ്ങളുടെ പേഴ്സണാലിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഒരു തവണ റെസ്യൂമെ റിജക്ട് ചെയ്യപ്പെട്ടത്, വെൽ ക്രാഫ്റ്റഡ് റെസ്യൂമെ ഇമ്മീഡിയറ്റ്ലി കമ്മ്യൂണിക്കേറ്റ്സ് യുവർ പ്രൊഫഷണലിസം. റെസ്യൂമെ റിജക്ട് ചെയ്യപ്പെട്ടത് അതിലുണ്ടായിരുന്ന ഡേറ്റ് 2 weeks ബിഫോർ ആയിരുന്നു. ഇമെയിൽ അയക്കുന്നതിനെക്കാട്ടും 2 ആഴ്ച മുമ്പേയുള്ള ഒരു ഡേറ്റഡ് റെസ്യൂമെ ആയിരുന്നു. കാരണം 2 ആഴ്ച മുമ്പേ അദ്ദേഹം മറ്റൊരു ജോലിക്ക് അപ്ലൈ ചെയ്ത സമയത്ത് ഉണ്ടാക്കിയ റെസ്യൂമാണ് അദ്ദേഹം അയച്ചത്. റിജക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് ഹീസ് നോട്ട് വെൽ വിത്ത് ഹിസ് പ്രൊഫഷണലിസം. പ്രൊഫഷണൽ ആണെങ്കിൽ ആ ഡേറ്റ് എന്തായാലും കറക്റ്റ് ആയിരുന്നു. അറ്റൻഷൻ ടു ഡീറ്റെയിൽ. ഒരു റെസ്യൂമെ റിജക്ട് ചെയ്യപ്പെട്ടത് അതിൽ അയക്കുന്ന ആള് സൈൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാണ്. അറ്റൻഷൻ ടു ഡീറ്റെയിൽ, ആ രീതിയിൽ നിങ്ങൾ എത്രമാത്രം പ്രൊഫഷണൽ ആണ് എന്ന് പറയുന്ന സംഭവമാണ് നിങ്ങളുടെ റെസ്യൂമെ എന്ന് പറയുന്നത്. ഈ റെസ്യൂമെ കണ്ടിട്ട് വേണം, ഇറ്റ്സ് എ ഗേറ്റ് വേ, പേയ്മെന്റ് ഗേറ്റ് വേ എന്നൊക്കെ പറയുന്ന പോലെ ഉള്ളിലേക്ക് കയറ്റണോ
ഇതിലേക്ക് കയറ്റാതെ പറഞ്ഞു വിടണമെന്ന് തീരുമാനിക്കേണ്ടുന്ന ഒരു ഗേറ്റ് വേ ആണ്. ആ ഗേറ്റ് വേയിൽ വെച്ചിട്ട് ആ ഗേറ്റ് കീപ്പർ എന്ന് പറയുന്ന HR പേഴ്സൺ തീരുമാനമെടുക്കുന്നത് നിങ്ങളെ കണ്ടിട്ടോ നിങ്ങളോട് സംസാരിച്ചിട്ടോ ഒന്നുമല്ല, നമ്മുടെ റെസ്യൂമെ കണ്ടിട്ടാണ്. ഓക്കെ. തേർഡ് വൺ, നിങ്ങളുടെ സ്കില്ല് ഷോക്കേസ് ചെയ്യാനുള്ള ഏറ്റവും മികച്ച അവസരം കൂടിയാണ് ഇത്. നിങ്ങളുടെ റെസ്യൂമെ എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ, അതിനേക്കാൾ അപ്പുറത്ത് നിങ്ങളുടെ സ്കില്ല്, നിങ്ങളുടെ എബിലിറ്റീസ്, നിങ്ങളുടെ അച്ചീവ്മെന്റ്സ്, നിങ്ങൾ ചെയ്ത പ്രൊജക്ട്സ്, ആ പ്രൊജക്ട്സ് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ പറയാനുള്ള ഏരിയയാണ് ഒരു റെസ്യൂമെ എന്ന് പറയുന്നത്. സോ ഇതിന്റെ ഉത്തരം എന്താ? നിങ്ങൾ എപ്പോഴെങ്കിലും റെസ്യൂമെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും? ഓക്കെ, അഭിജിത്ത് ചെയ്തിട്ടുണ്ട്, ഫിജിൻ ചെയ്തിട്ടുണ്ട്. ഫോർ ഇന്റർവ്യൂ കുറെ പേര് ചെയ്തിട്ടുണ്ട് അല്ലെ? സോ ചെയ്ത ആളുകളോടുള്ള അടുത്ത ചോദ്യമാണ്, നിങ്ങൾ അത് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും ചാലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടോ? കുറെ പേരും ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ദ ചാലഞ്ച് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. സ്കിൽ സെറ്റിൽ ആഡ് ചെയ്യാനുള്ള കണ്ടന്റ്സ് കുറവായിരുന്നു. സ്കിൽ സെറ്റ് ആഡ് ചെയ്യാനുള്ള കണ്ടന്റ്സ് കുറവായിരുന്നു. ഓക്കെ. എക്സ്പീരിയൻസ് കുറവായിരുന്നു. സ്വാഭാവികമായിട്ടും സോഷ്യൽ ഉള്ള സമയത്ത് എക്സ്പീരിയൻസ് കുറവായിരിക്കും അല്ലെ? വേറെയോ പോയിന്റ്സ് നോട്ട് ചെയ്ത്? എക്സ്പീരിയൻസ് ഒന്നും, രണ്ട് സ്കിൽ സെറ്റ് കോണ്ടന്റ് കുറവായിരുന്നു. എനിത്തിങ് എൽസ്? എക്സ്പീരിയൻസ്, പ്രൊജക്ട്സ് ഓർ ഓവറോൾ കണ്ടന്റ് കുറവായിരുന്നു. ഓക്കെ, നമ്മുടെ കോണ്ടന്റ് ആണ് നമ്മുടെ മെയിൻ വിഷയം അല്ലെ? നമ്മൾ ആ ഒരു പ്രൊഫഷണലി നമുക്ക് അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. ഫോർമാറ്റിന്റെ വിഷയം ഉണ്ടായിരുന്നു. ഓക്കെ, experience projects are there, but there is some doubts regarding how to present it. Okay, overall content, format, know what to include. Okay, right. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ നിങ്ങൾ ഇപ്പം എഴുതിയിരിക്കുന്ന സംശയങ്ങളൊക്കെ ഉത്തരത്തിലൂടെ കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. Let us see. There are two things. One is resume and other is CV, curriculum intake and resume. ഇത് രണ്ടും നമ്മൾ കോമൺലി ഉപയോഗിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിക്കുന്ന വാക്കുകളാണ് റെസ്യൂമെ എന്നുള്ളതും CV എന്ന് പറയുന്നത്. ഫണ്ടമെന്റലി ഉള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, റെസ്യൂമെ വളരെ ഷോർട്ട് ആയിട്ടുള്ള, വളരെ കൺസിസ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. അതില് മാക്സിമം 1 page ഓർ മിനിമം 1 page, മാക്സിമം 2 pages ഒതുങ്ങുന്ന ഒരു ഡോക്യുമെന്റ് ആണ് റെസ്യൂമെ എന്ന് പറയുന്നത്. ഓക്കെ, റെസ്യൂമെ എപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. ഓരോ ജോലിക്ക് അനുസരിച്ചും ആ ജോലിയുടെ സ്വഭാവത്തിനനുസരിച്ചും അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്ന കമ്പനിയുടെ ഘടനക്കനുസരിച്ചൊക്കെ അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു സാധനമാണ് റെസ്യൂമെ. CV എന്ന് പറയുന്നത് വേറെ, CV കുറച്ചും കൂടെ അക്കാഡമിക് ആണ്. നിങ്ങൾ ബിടെക് കഴിഞ്ഞു, അപ്പുറത്തായിട്ട് MTech കഴിഞ്ഞു, ഗോയിങ് ഫോർ എ റിസർച്ച് ലാബിലേക്ക് പോവുകയാണ്, നാട്ടിലോ പുറത്തോ. അത്തരത്തിലുള്ള അക്കാഡമിക് ജേണിയാണ് നിങ്ങൾ കരിയർ സെറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് വേണ്ടുന്ന ഒരു കാര്യമാണ് CV. CV-യിലുള്ള കാര്യങ്ങൾ പെർമനന്റ് ആണ്. പെർമനന്റ് ആണ് ഇൻ ദ സെൻസ്, CV-യിൽ ഒരു കാര്യം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും. നമ്മൾ റിസർച്ച് ചെയ്തു, അത് അവിടെ ഉണ്ട്. അത് നമ്മൾ വീണ്ടും കാര്യങ്ങൾ വരുന്ന സമയത്ത് പേപ്പർ പബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്ത് പോകും. ബട്ട് ഇറ്റ് ഈസ് പെർമനന്റ്. റെസ്യൂമെ എന്ന് പറയുന്നത് നിരന്തരം അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് റെസ്യൂമെ. ചില വിദേശ രാജ്യങ്ങളെങ്കിലും റെസ്യൂമെ എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. അവിടെ നമ്മൾ നാട്ടിൽ പറയുന്ന യൂറോപ്പ് യൂണിയനിലൊക്കെ ആണെങ്കിൽ നാട്ടിൽ പറയുന്ന റെസ്യൂമേക്കും അവർ പറയുന്ന വാക്ക് CV എന്ന് തന്നെയാണ്. ബട്ട് നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിലും മേജർ കൺട്രീസിലൊക്കെ ഒരു നമ്മളിപ്പം കൊടുക്കേണ്ടത് റെസ്യൂമെയാണ്. റിക്രൂട്ടേഴ്സ് ക്യാൻ റെസ്യൂമെ ഇൻ സെക്ഷൻസ് എന്ന് പറയുന്നത് 6 സെക്കൻഡിനുള്ളിൽ ആ റെസ്യൂമെ എന്ത് ചെയ്യും? ആ റിക്രൂട്ടേഴ്സ് സ്കാൻ ചെയ്യുന്നു. എങ്ങനെ അവർ സ്കാൻ ചെയ്യും? 75 ഓഫ് റെസ്യൂമേസ് നെവർ റീച്ച് എ ഹ്യൂമൻ. നമ്മൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിൽ 75% റെസ്യൂമേസും ആരിലേക്ക് എത്തുന്നില്ല? അത് വായിക്കേണ്ടുന്ന HR ഓഫീസർ അടുത്ത് എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ പിന്നെ ഇത് ആരുടെ കയ്യിൽ എത്തുന്നത്? What happens? AI detector. ഫിൽറ്റർ ചെയ്ത് കളയും. ഫിൽറ്റർ ചെയ്ത് കളയും. ഗൂഗിൾ ഫിൽറ്റർ. AI nowadays a universal answer. Okay. Right. Yeah. അവിടെയാണ് ATS
ഫ്രണ്ട്ലി റെസ്യൂമെ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മുന്നോട്ട് വരുന്നു. ATS എന്ന് പറയുന്നത് ആപ്ലിക്കന്റ് ഓർ ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ATS എന്ന് പറയുന്നത്. ഈ ATS എന്ത് ചെയ്യുന്നു? കമ്പനികൾ ഉപയോഗിക്കുന്ന ATS നമ്മുടെ റെസ്യൂമിനെ സ്കാൻ ചെയ്ത് കളക്ട് ചെയ്ത് സ്കാൻ ചെയ്ത് ഫിൽട്ടർ ചെയ്തിട്ട് റാങ്ക് ചെയ്യും. ഓക്കെ, അങ്ങനെ റാങ്ക് ചെയ്തിട്ട് അവർ ATS സ്കോർ ക്രിയേറ്റ് ചെയ്യും. ആ ATS സ്കോറിൽ ഏറ്റവും ഹൈയിൽ നിൽക്കുന്ന റെസ്യൂമുകൾ ഏതാണോ അത് മാത്രമാണ് ആരുടേക്ക് പോവുക, റിക്രൂട്ടേഴ്സ് അടുത്തേക്ക് പോവുക. നമ്മുടെ റെസ്യൂമെ ATS ഫ്രണ്ട്ലി അല്ല എങ്കിൽ, ATS സ്കാൻ ചെയ്യുന്ന സമയത്ത് അതിൽ കയറി കൂടാൻ വേണ്ടി കഴിയുന്ന രീതിയിൽ സെറ്റ് ചെയ്തല്ല എങ്കിൽ അവിടെ വെച്ച് നമ്മുടെ റെസ്യൂമെ എന്താവുന്നു? റിജക്ട് ചെയ്യപ്പെടുന്നു. ഓക്കെ, ATS ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ പേര് കളക്ട് ചെയ്യും, നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും. അതിനുശേഷം ആ ജോലിക്ക് വേണ്ടുന്ന സ്കിൽ സെറ്റ് എന്താണോ, എക്സ്പീരിയൻസ് സെറ്റ് എന്താണോ ആ ജോലി ചെയ്യേണ്ടത്, അതിന് പറ്റിയ ആളുകളാണോ എന്ന് നിങ്ങൾ ആ റെസ്യൂമിലൂടെ മനസ്സിലാക്കുന്നു. എന്നിട്ട് അത് സ്കാൻ ചെയ്യും. സോ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അങ്ങനെയാണെങ്കിൽ ATS എങ്ങനെയായിരിക്കും ഇത് സ്കാൻ ചെയ്തിട്ട് റിജക്ട് ചെയ്യുക, റാങ്ക് ചെയ്യുന്നുണ്ടാവുക? എന്തായിരിക്കും ATS ഉപയോഗിക്കുന്ന ലോജിക്? കോമൺ കീവേഡ്. കോമൺ കീവേഡ്സ്. ഓഫ് കോഴ്സ് ആ കീവേഡ്സ് എന്തായിട്ട് മാച്ച് ചെയ്യണം? ഞാൻ ഏറ്റവും താഴെ കാണുന്ന വർക്ക് ഡേ, സോഹോ റിക്രൂട്ട്, ഫ്രഷ് ടീം, നൗക്രി, ഈ കമ്പനികൾക്കൊക്കെ എന്തുണ്ട്? ATS സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഓക്കെ, ആ സോഫ്റ്റ്വെയർസ് ആണ് വലിയ വലിയ കമ്പനികൾ ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് ഹൗ ടു ക്രിയേറ്റ് ആൻ ATS ഫ്രണ്ട്ലി റെസ്യൂമെ? ഈ ATSന്റെ സ്കാനിങ്ങിൽ കയറി കൂടാൻ വേണ്ടി കഴിയുന്ന രീതിയിലേക്കുള്ള ഗംഭീരമായിട്ടുള്ള റെസ്യൂമെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സിമ്പിൾ ലേഔട്ട് ആണ് നമുക്ക് ആവശ്യം. എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം? ടേബിൾസിന്റെ ആവശ്യമില്ല, ടെക്സ്റ്റ് ബോക്സിന്റെ ആവശ്യമില്ല, കോളംസ്, ടേബിൾസ്, കോളംസ്, ടേബിൾസ്, കോളംസ് ആവശ്യമില്ല, ഗ്രാഫിക്സ് ആവശ്യമില്ല, ലോഗോസ് ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള റെസ്യൂമെയാണ് ആർക്ക് ആവശ്യമുള്ളത്? ATSന് ആവശ്യമുള്ളത്. സ്റ്റാൻഡേർഡ് 1 കോളം ലേഔട്ട് എന്ന് വെച്ചാൽ കുറെ കോളം ആക്കിയിട്ട് ആവശ്യമില്ല, ഒരു സിംഗിൾ കോളത്തിൽ ചെയ്യാൻ വേണ്ടി കഴിയുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. വേർഡ് ഫയലിലോ PDF ഫയലിലോ ആ റെസ്യൂമെ സേവ് ചെയ്യണം. കമ്പനി ആവശ്യപ്പെടുന്നില്ല എങ്കിൽ, ഇഫ് കമ്പനി ഈസ് നോട്ട് ആസ്കിംഗ് യു ടു സെൻഡ് ദ റെസ്യൂമെ ഇൻ PNG ഫോർമാറ്റ്, ദെൻ സ്റ്റാൻഡേർഡ് റൂൾ എന്ന് പറയുന്നത് യു ഹാവ് ടു സേവ് ഇറ്റ് ഇൻ PDF ഓർ വേർഡ് ഫോർമാറ്റ്. ഇവിടെ വരെ ക്ലിയർ ആണ്. യൂസ് സ്റ്റാൻഡേർഡ് സെക്ഷൻ ഹെഡിങ്സ് എന്ന് കുറച്ചായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നതാണ്. റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സാർവലൗകികം എന്ന് പറയുന്ന, യൂണിവേഴ്സൽ എന്ന് പറയുന്ന ചില സാധനങ്ങളുണ്ടല്ലോ, അത്തരത്തിലുള്ള എന്തുപയോഗിക്കണം? സെക്ഷൻ ഹെഡിങ്സ് ഉപയോഗിക്കണം. നമുക്ക് എഡ്യൂക്കേഷൻ ആവശ്യമുണ്ട്. ആ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ എന്ത് ഉപയോഗിക്കരുത്? അക്കാഡമിക് ചെയ്യുന്നോ അല്ലെങ്കിൽ മൈ ക്വാളിഫിക്കേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാതെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുക. വർക്ക് എക്സ്പീരിയൻസ് എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കുക ഇൻസ്റ്റെഡ് ഓഫ് കരിയർ സോ ഫാർ. സ്കിൽസ് എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കുക, ടെക്സ്റ്റ് എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക, പ്രോജക്ട്സ് എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കുക, അച്ചീവ്മെന്റ്സ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാതിരിക്കുക. ഇവിടെ വരെ ഓക്കെ അല്ലേ? ഹലോ, യെസ് സർ. Yes, sir. സർ. Yes, sir. ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജിൽ ഇടാം, ഓർ യു ക്യാൻ ആസ്ക്. ഓക്കെ. JD എന്ന് പറയുന്ന ഒരു സംഭവം കേട്ടിട്ടുണ്ടാവും. JD ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ് പറയാം. JD എന്ന് പറയുന്നത് സ്കാൻ ചെയ്താൽ മനസ്സിലാവും. ഒരു കമ്പനി ഒരു ജോലി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ജോലിക്ക് എന്താണ് അവരുടെ റിക്വയർമെന്റ്സ് എന്ന് പറയുന്ന അത് എഴുതി HR എഴുതി ഉണ്ടാക്കി അതിന്റെ എക്സ്പീരിയൻസ്, ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം, എക്സ്പീരിയൻസ് എന്തായിരിക്കണം, എന്താണ് ആ ജോലിയിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യുന്ന റോൾസ് എന്താണ്, റെസ്പോൺസിബിലിറ്റീസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ, ഈവൻ പേയ്മെന്റ് അടക്കം പറയുന്ന ആ ഡോക്യുമെന്റ് ആണ് JD എന്ന് പറയുന്നത്. ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ആ JD വിലയിരുത്തണം, അത് വായിച്ച് മനസ്സിലാക്കണം. ആ JDയിൽ നിന്നാണ്, ജോബ് ഡിസ്കഷനിൽ നിന്നാണ് നമ്മൾ നേരത്തെ ചാനൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കീവേഡ്സ് ആണ് ATS ഉപയോഗിക്കുക എന്നുള്ളത്. ആ കീവേഡ്സ് മനസ്സിലാക്കുന്നത് എവിടെ നിന്നാണ്? ഈ ജോബ് ഡിസ്കഷനിൽ നിന്നാണ് കീവേഡ്സ് മനസ്സിലാക്കേണ്ടത്. ഫൈൻഡ് സ്കിൽസ്, ടൂൾസ് ആൻഡ് ആക്ഷൻ വേർഡ്സ് ഇൻ ദ JD. ഈ JD ന്ന് എന്തൊക്കെ സ്കില്ല് വേണമെന്ന് മനസ്സിലാക്കിയിട്ട് ഇൻക്ലൂഡ് എക്സാക്ട് ഫ്രേസസ് ഇൻ യുവർ റെസ്യൂമെ. ആ JDയിലുള്ള
വാക്കുകൾ എന്താണോ അത് എന്ത് ചെയ്യണം, നിങ്ങളുടെ റെസ്യൂമേൽ ഉൾപ്പെടുത്തുക. എക്സാമ്പിൾ, പൈത്തൺ ആൻഡ് എസ്ക്യൂഎല്ലിൽ നോളജ് ഉള്ള ഒരാളെയാണ് കമ്പനി നോക്കുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും റെസ്യൂമേൽ എന്ത് ചെയ്യണം, സ്ട്രോങ് നോളജ് ഓഫ് ഇൻ പൈത്തൺ ആൻഡ് എസ്ക്യൂഎൽ എഴുതണം. അങ്ങനെ ഇല്ലെങ്കിൽ എഴുതണം, അങ്ങനെ ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കണം. അവിടെയാണ് സ്കിൽ അപ്ഗ്രേഡേഷൻ വേണ്ടത്. ഇത് ക്ലിയർ ആണ്? അങ്ങനെയാണ് എങ്കിൽ Yes, sir. ഞാനൊരു 30 സെക്കൻഡ് സമയം തരാം. നിങ്ങൾ നിങ്ങളുടെ റെസ്യൂമിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയുന്ന ഇതേപോലെയുള്ള ഒരു ആക്ഷൻ സെന്റൻസ് ഒന്ന് എഴുതി ചാറ്റിലിടാവും. JD ഒന്നും നമ്മൾ പറയുന്നില്ല, ബട്ട് ഡിഫറെന്റ് എഞ്ചിനീയറിംഗ് കരിയർ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയുന്ന ഒരു ആക്ഷൻ സെന്റൻസ്. ഒരു എക്സാമ്പിൾ നിങ്ങളുടെ മുമ്പിൽ സ്ട്രോങ് നോളജ് ഓഫ് പൈത്തൺ ആൻഡ് എസ്ക്യൂഎൽ എന്നുള്ളത്. സോ ആ ഒരു ലോജിക് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ റെസ്യൂമിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയുന്ന ഒരു ആക്ഷൻ സെന്റൻസ് നമുക്കൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി കഴിയും ചാറ്റ് ബോക്സ്. 30 seconds. Hope you are getting the things. Okay, we are moving. Use action words. ഇതൊക്കെയാണ് ആക്ഷൻ വേർഡ്സ് എന്ന് പറയുന്നത്. ആക്ഷൻ വേർഡ്സ് എന്ന് പറയുന്നത് ഡിസൈൻഡ്, ഡെവലപ്ഡ്, അനലൈസ്ഡ്, ഇംപ്ലിമെന്റഡ്, ലെഡ്, ഒപ്റ്റിമൈസ്ഡ്. ഇതിലൊക്കെ എന്തുണ്ട്, ഒരു ആക്ഷൻ ഉണ്ട് അല്ലെ? ആക്ഷൻ ചെയ്തതിന്റെ റിസൾട്ട് ആയിട്ടാണ് അത് പറയുന്നത്. ഡിസൈൻ ചെയ്തു, ഡെവലപ്പ് ചെയ്തു, അനാലിസിസ് നടത്തി, ഇംപ്ലിമെന്റ് ചെയ്തു, നയിച്ചു, ഒപ്റ്റിമൈസ് ചെയ്തു. ഇവിടെയൊക്കെ നിങ്ങൾ ചെയ്തു എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പൊ റെസ്യൂമിൽ നമുക്ക് എന്ത് വേണം? വർക്ക് ചെയ്തു, വർക്ക് ഇൻ ലേറ്റസ്റ്റ് ടെക്നോളജീസ്, ആ സംഭവമല്ല വേണ്ടത്. നിങ്ങൾ ചെയ്ത ആക്ഷൻ എന്താണോ ആ ആക്ഷനിലേക്കാണ് ഇതിനെ വരേണ്ടത്. ഓക്കെ, ഇതൊരു എളുപ്പത്തിൽ മനസ്സിലാക്കുകയും എന്നാൽ മെച്ചപ്പെട്ട റിസൾട്ട് കിട്ടുകയും ചെയ്യുന്ന ഒരു ഏരിയ ആണ് ആക്ഷൻ വേർഡ് ഉപയോഗിക്കാറുള്ളത്. റെസ്പോൺസിബിൾ ഫോർ പ്രൊജക്ട് വർക്ക്, ഇത് തെറ്റായ ഒരു സംഭവമാണ്. നിങ്ങൾ പ്രൊജക്ട് വർക്ക് ചെയ്തു, ലീഡർ ഓഫ് പ്രൊജക്ട് വർക്ക്, റെസ്പോൺസിബിൾ ഫോർ പ്രൊജക്ട് വർക്ക്. റെസ്പോൺസിബിൾ എന്ന് വാക്കുന്ന രീതിയിലുള്ള ഒരു വാക്ക് അതിൽ ഒഴിവാക്കേണ്ടതാണ്. ഇതിനെ നമുക്ക് എങ്ങനെയാണ് മാറ്റി എഴുതാൻ വേണ്ടി കഴിയാം? ഞാൻ മോള് പറഞ്ഞ ഡിസൈൻഡ്, ഡെവലപ്ഡ്, അനലൈസ്ഡ്, ഇംപ്ലിമെന്റഡ്, ലെഡ്, ഒപ്റ്റിമൈസ്ഡ്, ഈ ഏതെങ്കിലും ഒരു ആക്ഷൻ വേർഡ് ഉപയോഗിച്ച് ഈ റെസ്പോൺസിബിൾ ഫോർ പ്രൊജക്ട് വർക്ക് എന്ന് പറയുന്ന വാക്കിനെ നമുക്ക് മാറ്റി എഴുതാൻ വേണ്ടി കഴിയും. അത് വേണമെങ്കിൽ ഇത് ഏലിട്ടാൽ എളുപ്പത്തിൽ കിട്ടും, പക്ഷെ അതല്ല അതിന്റെ രീതി. ഓക്കെ, റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കൈൻഡ്ലി അവോയ്ഡ് എനി കൈൻഡ് ഓഫ് AI ടൂൾസ്. കുറച്ചുകൂടെ മീനിങ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ കാണാം. ലെറ്റ് ദ ഡെവലപ്മെന്റ് ഓഫ് an Android app used by 200+ users. എന്താ ഡിഫറൻസ്? ആക്ഷൻ വേർഡിന്റെ ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടി കഴിയുന്ന റിസൾട്ട് ഉണ്ട് അല്ലെ? നിങ്ങൾ മാത്തമാറ്റിക്സിന്റെ ആളുകളാണ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ മാത്തമാറ്റിക്കൽ സബ്ജക്ട്. ആക്ച്വലി മാത്തമാറ്റിക്സിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും? ക്വാണ്ടിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയും. ക്വാണ്ടിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ്. സോ ഞാൻ പ്രൊജക്ടിന്റെ ഭാഗമായി എന്ന് പറഞ്ഞാൽ അത് വായിക്കുന്ന ആൾക്ക് ഓക്കെ, പ്രൊജക്ടിന്റെ ഭാഗമായി ലെഡ് ദ ഡെവലപ്മെന്റ് ഓഫ് an Android app എന്ന് പറഞ്ഞാൽ അയാൾ ആൻഡ്രോയിഡ് ആപ്പിൽ നയിച്ചു. അവിടെ വരെ ഓക്കെ, നയിച്ചിട്ട് എന്ത് സംഭവിച്ചു? നയിച്ചിട്ട് അത് 200 പേര് എങ്കിലും ഉപയോഗിച്ച ആൻഡ്രോയിഡ് ആപ്പ് ആയിരുന്നു അത് മനസ്സിലാക്കുമ്പോൾ അയാളുടെ റിസൾട്ടും കൂടി എന്താണെന്നുള്ളത് ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ട്. സോ നമ്മൾ ഇപ്പൊ പറഞ്ഞ അതിന്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത് നമ്മുടെ ആക്ഷൻ വെർബ്സ് എന്ന് പറയുന്നത് ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടി കഴിയുന്ന റിസൾട്ട് വെച്ചിട്ട് നമ്മൾ ആക്ഷൻ വെർബ്സ് ഉപയോഗിച്ചിട്ട് വേർഡ് ഉപയോഗിച്ച് എന്ത് ചെയ്യണം? മാറ്റാൻ വേണ്ടി കഴിയണം. മാനേജ് പ്രൊജക്ട് വർക്ക്, ഒപ്റ്റിമൈസ്ഡ് എന്ന് പറയുന്ന സമയത്ത് ആണല്ലേ, ഒപ്റ്റിമൈസ്ഡ് സ്പീഡ് ബൈ 30%, ഒപ്റ്റിമൈസ് ദ ഡിലേ ബൈ 30%. എന്താണ് നിങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്തത്? ഒപ്റ്റിമൈസ് ദ ഫ്രണ്ട് എൻഡ് എഫിഷ്യൻസി, ഒപ്റ്റിമൈസ് ദ ലോഡിംഗ് ടൈം. എന്താണ് നിങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്തതെന്നുള്ളത് ആ റിസൾട്ടിലേക്ക് അതിൽ കൊണ്ടുവരണം. ഇത് ക്ലിയർ ആണോ? ഇത് പോയിന്റ് ക്ലിയർ ആണോ? ഹലോ, Yes, sir. കീപ് ഇറ്റ് റിലവന്റ്. Last area. Include only one that's important to the job. ഇതൊക്കെയായിരിക്കും നമുക്ക് ഇമ്പോർട്ടന്റ്.
final year projects, internships, technical skills, certifications, GitHub ലിങ്കിനുള്ള പോർട്ട്ഫോളിയോ ലിങ്ക്സ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ATS ഫ്രണ്ട്ലി ഫോൺസ് എന്ന് പറയുന്നത് ഈ ഫോണ്ടുകളാണ്. ATS ഫ്രണ്ട്ലി ഫോൺസ് എന്ന് പറയുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു ഫോണ്ട് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവോയ്ഡ് ഡെക്കറേറ്റീവ് ഓർ സ്ക്രിപ്റ്റ് ഫോൺസ്. What is meant by portfolio? Okay. പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ ആ പോർട്ട്ഫോളിയോ ലിങ്ക് ഷെയർ ചെയ്യാം. ഗിറ്റ്ഹബിൽ നിങ്ങൾ ചെയ്ത ഏതെങ്കിലും വർക്ക് അപ്ലോഡ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇനി ഇതല്ലാത്ത നിങ്ങളുടെ ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ വർക്ക് എവിടെയെങ്കിലും ഷോക്കേസിലാണ് എങ്കിൽ അതിന്റെ പോർട്ട്ഫോളിയോ ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് ഷെയർ ചെയ്യാം. Okay. Yeah, sure. I will share. Okay. It is friendly, right? ആലോചിച്ച് നോക്കി ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഫോണ്ടും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കണേ. എങ്ങനെയാണ് നിങ്ങളുടെ റെസ്യൂമെ സേവ് ചെയ്ത് വെക്കേണ്ടത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എവിടെ സേവ് ചെയ്തിരിക്കുന്നത്? സിസ്റ്റത്തിൽ സേവ് ചെയ്ത് വെക്കേണ്ടത്. കാരണം അതായിരിക്കും അറ്റാച്ച്മെന്റിൽ പോകുന്നുണ്ടാവും. നിങ്ങളുടെ പേര്, റെസ്യൂമെ, ഇതാണ് അതിന്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ്. പേര്, റെസ്യൂമെ. ഹരീഷ്, എന്റെ പേര് ഹരീഷ്, റെസ്യൂമെ. അവോയ്ഡ് അപ്ലോഡിങ് സ്ക്രീൻഷോട്ട്സ് ഓർ സ്കാൻഡ് ഇമേജസ്. പല ആളുകൾ ഉപയോഗിക്കുന്ന ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ആണ് സ്കാൻഡ് ഇമേജസ് അയക്കുക. PDF പക്ഷേ നിങ്ങൾ ഡേറ്റും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. PDF എന്ത് ചെയ്യുന്നു? സ്കാൻ ചെയ്യുന്നു, ഇമേജ് ആക്കി മാറ്റുന്നു. ഇമേജിലാകുമ്പോൾ എളുപ്പത്തിൽ കുറച്ച് എഡിറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ആ ഇമേജിൽ ഡേറ്റും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്നു, അത് ATS ആക്കും. Submit the format as if nothing is mentioned, use as PDF. This format ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ PDF ഷെയർ ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ഫാൻസി ടെംപ്ലേറ്റ്സ് വിത്ത് കളേഴ്സ് ആൻഡ് ഗ്രാഫിക്സ്. ഇപ്പൊ കാൻവയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും, നോ ഡൗട്ട്. കാൻവ പ്രത്യേക റെസ്യൂമെ സെക്ഷൻ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ നമുക്ക് ഭംഗിയുള്ള റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. വളരെ ഫാൻസി ആയിട്ടുള്ള, വളരെ ഓരോ സെക്ഷനിലും ഓരോ കളറൊക്കെ വെച്ചിട്ടുള്ള അടിപൊളി റെസ്യൂമെ കാൻവ ചെയ്തു തരും. But the probability of getting rejected in the ATS screening is high. Using abbreviations, not explained. ഇത്തരത്തിലുള്ള അബ്രിവേഷൻസ് നിങ്ങളുടെ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ ഉപയോഗിക്കാറുണ്ടോ? ML ഫോർ മെഷീൻ ലാംഗ്വേജ്, മെഷീൻ ലേണിംഗ്, അതേപോലെയുള്ള അബ്രിവേഷൻസ് നിങ്ങളുടെ വർക്ക് ഉണ്ടാവില്ല. അത്തരം അബ്രിവേഷൻസ് ഉപയോഗിക്കാതിരിക്കുക. കാരണം ആ സ്ക്രീൻ ചെയ്യുന്ന സോഫ്റ്റ്വെയറിൽ എന്തുണ്ടാവില്ല, ആ അബ്രിവേഷൻസ് മനസ്സിലാക്കാനുള്ള ശേഷി ഉണ്ടാവില്ല. സോ അവർക്ക് നമ്മളത് ആ സോഫ്റ്റ്വെയർ ഹൈ സ്കിൽഡ് ML എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ആർക്ക് മനസ്സിലാവില്ല, ATSന് മനസ്സിലാവില്ല. അപ്പോൾ അത് തള്ളിപ്പോ. ടൈപ്പ് ഓർ ഗ്രാമാറ്റിക്കൽ എറേഴ്സ്. നമ്മൾ പലപ്പോഴും പറയാറ്, നിങ്ങളുടെ റെസ്യൂമെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾ മറ്റൊരാളെ കൊണ്ടോ അല്ലെങ്കിൽ ഗ്രാമറിലെ പോലെയുള്ള ഏതെങ്കിലും പ്രൊഫഷണൽ പ്ലാറ്റ്ഫോമിനെ കൊണ്ടോ അല്ലെങ്കിൽ ടൈപ്പിംഗ് അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ഉണ്ടോ എന്ന് നോക്കണം എന്നുള്ളതാണ്. ഓക്കെ. നോട്ട് കസ്റ്റമൈസിങ് ദ റെസ്യൂമെ ഫോർ ഈച്ച് ജോബ്. നമ്മുടെ കോഴ്സ് പൂർത്തിയാവുന്നത് 2026 മാർച്ച് മെയ് 31 2026 മെയ് 31 ഉണ്ടാക്കിയ റെസ്യൂമെയാണ്. അത് തന്നെയായിരിക്കും 2027 2028 അല്ലെങ്കിൽ 2026 5 ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ 5 ഇന്റർവ്യൂവിനും ഒരേ റെസ്യൂമെ. ഓക്കെ. ATS റെസ്യൂമെ 1 പേജ് പാടുള്ളൂ എന്ന് ഉണ്ടോ? ഇല്ല. ATS റെസ്യൂമെ 1 പേജ് മാക്സിമം 2 പേജ്. അത് 1 പേജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ റെസ്യൂമെ സാധിക്കുമെങ്കിൽ ഫാർ ബെറ്റർ. നമ്മുടെ ഒരു സുരക്ഷയിൽ നിൽക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് പോസിബിൾ ടു സെൻഡ് യുവർ റെസ്യൂമെ ഇൻ 1 പേജ്. ഓക്കെ. അങ്ങനെ ഒറ്റ റെസ്യൂമെ വെച്ച് എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യരുത്, ജോലിക്ക് അപ്ലൈ ചെയ്യരുത്. ആ ജോലിയുടെ JD വായിച്ചതിന് ശേഷം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കീവേഡ്സ് എന്താണെന്ന് മനസ്സിലാക്കി ആ കീവേഡ്സ് വേണം ഇവിടെ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ റെസ്യൂമിൽ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്.
ഈ ടൂളുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുകയാണെങ്കിൽ ഈ ATS റെസ്യൂം ചെയ്യാൻ വേണ്ടി കഴിയും. നിങ്ങളുടെ വൺ പേജിൽ ആവുന്നില്ല എങ്കിൽ യു കൻ ഗോ ഫോർ 2 പേജ്, ബട്ട് 1 പേജ് ആണ് കുറച്ചുകൂടെ ബെറ്റർ ആവുക. 2 pages also okay, no issues in that. മാക്സിമം അനാവശ്യമായ ഒരു കുത്തും ഒരു കോമയും ഒരു വാക്കും ഒരു വരി പോലും റെസ്യൂമിൽ ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ടും അത് 1 പേജിൽ നിൽക്കുന്നില്ല എങ്കിൽ, സെന്റൻസ് നമുക്ക് മാക്സിമം ഷോർട്ട് ആൻഡ് ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല, ചെയ്തിട്ട് പോലും 1 പേജിൽ നിൽക്കുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, go for 2 pages. And if you can spend professional resume writers is available, അവരുടെ ഹെൽപ്പും കൂടെ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഈ റെസ്യൂമെ വേർഡ് ഓർ ജോബ് സ്കാൻ സെറ്റീസ് ഈ സൈറ്റുകളൊക്കെ നിങ്ങൾക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഈ സൈറ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. നിങ്ങളുടെ റെസ്യൂമെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് തന്നെ അവര് ഒരു ATS സ്കോർ നിങ്ങൾക്ക് പറഞ്ഞു തരും. മെച്ചപ്പെടുത്തേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ടാവും. ഇനി ഇത്രയാണ് നമ്മൾ ATS റെസ്യൂമിനെ കുറിച്ച് പറഞ്ഞത്. ഓക്കെ, അപ്പം ഒരു ATS റെസ്യൂം എങ്ങനെയാണ് സ്കാൻ ചെയ്യേണ്ടത് മനസ്സിലായി കാണാൻ വിശ്വസിക്കുന്നു. ബേസിക് ഐഡിയാസ്. ഏറ്റവും കൂടുതൽ ജോബ് ആപ്ലിക്കേഷൻസ് നോർമലി ഉണ്ടാവുക എൻട്രി ലെവൽ ജോബ്സിലാണ്. കറക്റ്റല്ലേ? എൻട്രി ലെവൽ ജോബ്സിലാണ് ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻസ് ഉണ്ടാവുക. കാരണം ആപ്ലിക്കൻസ് കുറെ ഉണ്ടാവും. അപ്പൊ എൻട്രി ലെവൽ ആപ്ലിക്കേഷൻസിനെയാണ് ഏറ്റവും കൂടുതൽ ATS എന്ത് ചെയ്യുന്നത്, സ്കാൻ ചെയ്യുന്നത്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിലൊന്ന് നമ്മുടെ റെസ്യൂമിൽ എന്ത് ചെയ്യാം, ATS ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടി കഴിയും. ഞാൻ ലാസ്റ്റ് ഷെയർ ചെയ്ത ഈ സൈറ്റിലൊക്കെ ഒന്ന് പോയിട്ട് നിലവിലോടെ റെസ്യൂമെ പ്രിപ്പയർ ചെയ്താക്കാനാണ് എങ്കിൽ നിങ്ങളുടെ ആ റെസ്യൂമെ അപ്ലോഡ് ചെയ്തിട്ട് അതിന്റെ സ്കോറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. സോ യു വിൽ ഗെറ്റ് ആൻ ഐഡിയ. റെസ്യൂമയുടെ സെക്ഷൻസ് ഏതൊക്കെയാണ്? നോർമലി ഒരു റെസ്യൂമിൽ നമുക്ക് ഏതൊക്കെയാണ് സെക്ഷൻസ്? ഹെഡർ ഉണ്ട്, കരിയർ ഒബ്ജക്റ്റീവ് ഓർ പ്രൊഫഷണൽ സമ്മറി എന്ന് പറയുന്ന രണ്ടാമത്തെ സെക്ഷൻ ഉണ്ട്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന മൂന്നാമത്തെ സെക്ഷൻ ഉണ്ട്. സോ ടെൽ മീ വിച്ച് വൺ ഈസ് ദ ഫോർത്ത് വൺ? നാലാമത്തെ സെക്ഷൻ അല്ലേ? സ്കിൽസ് ഉണ്ട്, എക്സ്പീരിയൻസ്, റൈറ്റ്. സ്റ്റുഡൻഷിപ്പിൽ നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സെക്ഷനിൽ റെസ്യൂമിൽ എന്തുണ്ടാവില്ല, നോർമൽ കേസ് എക്സ്പീരിയൻസ് പറയുന്ന സംഭവം കാണാനുള്ള സാധ്യത കുറവാണല്ലേ. അവിടെ അദ്ദേഹത്തിന് വരുന്നത് പ്രൊജക്ട് അല്ലെങ്കിൽ ഇന്റേൺഷിപ്സ് ആണ്, തൊട്ടല്ലേ? കാരണം നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ വേണ്ടി കഴിയും. ജോലിക്ക് മുമ്പേ മേ ബി ഇല്ല എന്ന് ഉറപ്പല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ജോലി എടുത്തതിന് ശേഷമാണ് ഇൻഷുറൻസ് വരുന്നതെങ്കിൽ എക്സ്പീരിയൻസ്. നോർമൽ സേ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ടാവുന്നില്ല. സോ ഈ കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ഹെഡിങ്ങിലൂടെ. സോ ഐ ഹാവ് എ ഡൗട്ട്, നമ്മൾ ഈ റഫറൻസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമ്മുടെ റെസ്യൂമിൽ ആവശ്യമുണ്ടോ? വാട്ട് ഡു യു തിങ്ക്? റഫറൻസ് ആവശ്യമുണ്ടോ? നമ്മൾ അറിയുന്ന വിലപ്പെട്ട രണ്ടാളുകളുടെ പേര് റെസ്യൂമിൽ ആവശ്യം. ഇന്റേൺഷിപ്പ് ആൻഡ് വളണ്ടിയറിംഗ് എക്സെട്ര എക്സ്പീരിയൻസിൽ ആഡ് ചെയ്യാം. അത് നമ്മുടെ കൂടെ ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞിട്ട് തന്നെ എന്ത് ചെയ്യാം, അത് കൊള്ളിക്കുന്നതായിരിക്കും നല്ലത്. എക്സ്പീരിയൻസ് റഫറൻസ് എന്ന് പറയുന്നത് they can spend time in reference. റഫറൻസ് നമുക്ക് റെസ്യൂമിൽ ആവശ്യമില്ല. പണ്ട് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു, ഇപ്പം റഫറൻസിന്റെ ആവശ്യമില്ല. ഇഫ് യുവർ ഇൻ ദ പ്രോസസ്, റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലാണെങ്കിൽ ആ പ്രോസസ്സിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവരെന്ത് ചെയ്യും,
If they are okay with that, they will seek the reference. ആ സമയത്ത് നമ്മൾ റെഫറൻസ് അയച്ചു കൊടുത്താൽ മതി. അത് ഫസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞിട്ടോ സെക്കൻഡിലോ HR കഴിഞ്ഞ് ടെക്നിക്കലിലേക്ക് പോകുമ്പോ ഓക്കെ അത് നോർമൽ ആ ഒരു സമയത്ത് അത് ചോദിച്ചു. അത് മുമ്പേ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, റെഫറൻസ് കണ്ടെത്തേണ്ട ആവശ്യമില്ല. സ്കിൽസ് സർട്ടിഫിക്കേഷൻ ലീഡർഷിപ്പ് റോൾസ്. നിങ്ങൾക്കൊരു ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് എവിടെ കമ്മ്യൂണിക്കേറ്റ് ബേസ് ലാബിൽ നിന്ന് ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ട് അത് നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നിങ്ങൾ എടുത്ത ലീഡർഷിപ്പ് റോൾസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നിങ്ങളുടെ കോൺടാക്ട് ഇൻഫർമേഷൻ വെക്കേണ്ട ഒരു ഏരിയ ഇതാണ്. കോൺടാക്ട് ഇൻഫർമേഷൻ, നിങ്ങളുടെ പേര്, ഇമെയിൽ, ഫോൺ നമ്പർ, ലിങ്ക്ഡിൻ പ്രൊഫൈൽ, URL, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഷോക്കേസ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന എന്തെങ്കിലും പ്രൊഫൈൽ URL ഉണ്ട് എങ്കിൽ അതാണ് നിങ്ങളുടെ കോൺടാക്ട് ഇൻഫർമേഷനിൽ വെക്കേണ്ട കാര്യങ്ങൾ. നിങ്ങളുടെ പേര്, നിങ്ങളുടെ പ്രൊഫഷണൽ ഇമെയിൽ, ഫോൺ നമ്പർ, ലിങ്ക്ഡിൻ പ്രൊഫൈൽ, അതിന്റെ URL. ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെന്റ് രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇത് ഹെഡറിൽ വരുന്ന കാര്യമാണ് കോൺടാക്ട് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെന്റ് വളരെ ചുരുക്കി അത് എഴുതാൻ വേണ്ടി പറ്റണം. 1-2 line statement tailored to the specific job. Let me repeat the sentence. ഒന്നുകൂടെ പറയാം. 1-2 line statement tailored to the specific job. ഓരോ ജോലിക്ക് അനുസരിച്ചും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മുടെ ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെന്റ് ഓർ പ്രൊഫഷണൽ സമ്മറി നമ്മൾ മാറ്റിപ്പിടിക്കണം. മനസ്സിലാവുന്നുണ്ടേ? നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്താണോ അത് സ്പെസിഫിക് ജോബിനനുസരിച്ച് മാറ്റണം. ദിസ് ഷുഡ് ഹൈലൈറ്റ് യുവർ എൻജിനീയറിംഗ് ഫോക്കസ് ആൻഡ് ഇമ്മീഡിയറ്റ് കരിയർ ആസ്പിറേഷൻസ്. അത് വായിച്ചിട്ട് ഇയാൾ എന്തിനാണ് ഈ ജോലിക്ക് അപ്ലൈ ചെയ്തത് എന്ന് റിക്രൂട്ടറിന് മനസ്സിലാക്കണം. aspiring mechanical engineer with hands-on internship experience in CAD design and simulation, seeking to contribute to innovative product development and sustainable solutions. The mechanical engineer ഒബ്ജക്റ്റീവ് ആണ്, ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഒബ്ജക്റ്റീവ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് പ്രൊഫഷണൽ സമ്മറി എന്ന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ അങ്ങോട്ട് പോവാം. സെക്കൻഡ് വൺ എൻ്റർ നമ്മൾ കഴിഞ്ഞു. കരിയർ ഒബ്ജക്റ്റീവ് ഓർ പ്രൊഫഷണൽ സമ്മറി. ഓക്കെ ആണേ? ഹലോ. aspiring mechanical engineer with hands-on internship experience. ഓക്കെ, ഇപ്പോ സമയം 8 മണി കഴിഞ്ഞ് 26 മിനിറ്റ് ആണ് എന്റെ വാട്സുള്ളത്. 8 മണി കഴിഞ്ഞ് 27 വരെ സമയമുണ്ട്. So can you prepare a professional summary for yourself? 1 or 2 lines. നിങ്ങൾ ഇപ്പോഴുള്ള സ്കിൽ സെറ്റ് ഉപയോഗിച്ച് നിങ്ങൾ നാളെ റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യാൻ, നിങ്ങൾ സെക്കൻഡ് ഇയർ ആവാം, തേർഡ് ഇയർ ആവാം, ഫോർത്ത് ഇയർ ആവാം, ഫൈനൽ ഇയർ ആവാം, വേറെ പറയുക. ഇപ്പോൾ ഉള്ള സ്കിൽ സെറ്റ് ഉപയോഗിച്ച് നിങ്ങൾ ഒരു റെസ്യൂമെ പ്രിപ്പയർ ചെയ്യാൻ വാട്ട് വിൽ ബി ദ പ്രൊഫഷണൽ സമ്മറി ഓർ ഒബ്ജക്റ്റീവ്? ജോബ് ഡിസ്ക്രിപ്ഷൻ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്ത് നോക്കൂലേ? യെസ്, ട്രൈ ചെയ്യുന്നുണ്ടോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സോ ഐ വിൽ നോ വാട്ട് ഈസ് മിസ്സിംഗ്. So you have 1 minute. Adinath, നിങ്ങളുടെ പേര്? Electrical engineer with hands-on experience in CAD and right. I'm not familiar with your engineering concept, so electrical engineering with engineering with good with circuit design and circuit solving. Okay. ME student with hands-on CAD designing and problem solving. Aspiring computer science engineer with hands-on experience in front-end development and database management skills.
Right, thank you so much for your reply. നോക്കൂ, ആസ്പയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയർ എന്നുള്ള ഒരൊറ്റ പ്രൊഫഷണൽ സ്റ്റേറ്റ്മെന്റിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, റിക്രൂട്ടർ മനസ്സിലാവും ഈസ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, റൈറ്റ്? ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ മനസ്സിലാവും ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ വിത്ത് ഹാൻഡ്സ് ഓൺ ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ്. Then they are asking whether what kind of experience we have. So he's telling with the proven or hands-on internship experience. But it's still the experience student internship experience. Mechanical engineering students skill in design, teamwork, and UX with the hands-on experience in product, composite materials, and industrial and passionate about sustainable development and oil and gas sector. So, ഇതിനല്ലേ നേരത്തെ ചോദിച്ചത് ഒരു പേജിൽ തീരുന്നില്ല എന്നുള്ളത്? Aspiring computer science engineer with good problem solving in cases. That is the objective and development. Computing with current scenarios. അപ്പൊ നിങ്ങളുടെ ഈ ഒരു പ്രൊഫഷണൽ സ്റ്റേറ്റ്മെന്റിൽ ഇന്റേൺഷിപ്പ് ഉണ്ട് എങ്കിൽ ആ ഇന്റേൺഷിപ്പിന്റെ ഒരു എക്സ്പീരിയൻസ് ആൻഡ് റിസൾട്ടും കൂടെ ക്ലബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ദാറ്റ് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹാവിംഗ് എ ഗുഡ് ഇന്റേൺഷിപ്പ്. ഇത് ക്ലിയർ ആണ് ഒബ്ജക്റ്റീവ് പ്രൊഫഷണൽ സമ്മറി എന്നുള്ളത്. ഇത് എന്ത് ചെയ്യേണ്ടതുണ്ട്? നമുക്ക് ഓരോ ജോബിനനുസരിച്ച് എന്ത് ചെയ്യേണ്ടത്? ഇവിടെ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് വിത്ത് ഹാൻഡ്സ്-ഓൺ എക്സ്പീരിയൻസ് ഓഫ് യുവർ മാനുവൽ ടെസ്റ്റിംഗ് ആൻഡ് അക്കാഡമിക് പ്രോജക്ട്സ് പാഷനേറ്റ് അബൌട്ട് ടെക്നോളജി പ്രോബ്ലം സോൾവിംഗ് ആൻഡ് ഡെലിവറിംഗ് ഹൈ ക്വാളിറ്റി റിസൾട്ട്സ്. ഓക്കെ, ഓരോ ജോലിക്ക് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഇതിനെ മാറ്റേണ്ടതുണ്ട്. ഇനിയാണ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ആണ് നമ്മുടെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ എഡ്യൂക്കേഷനെ ഹൈലൈറ്റ് ചെയ്യാനുള്ളതാണ്. ഈ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലൊക്കെ എഡ്യൂക്കേഷൻ റിസൾട്ട് ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റിന്റെ റെസ്യൂമിൽ ആവശ്യമുണ്ടാവും. 10ാം ക്ലാസ്സിൽ ഡിസ്റ്റിങ്ഷൻ ഉണ്ട്, അതെന്തായാലും എഴുതാണ്ട് ഒരു രക്ഷയില്ല. വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, എന്തായാലും വേണം നമ്മൾ. അതിനുശേഷം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, അത് ഹൈലൈറ്റ് ചെയ്യണം. ഒരാവശ്യമില്ല അല്ലെ? ഒരാവശ്യമില്ല, ഗ്രാജുവേഷൻ മുതലുള്ള മതി. ബട്ട് നിങ്ങൾ എംടെക് കഴിഞ്ഞാണ് പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എംടെക് കഴിഞ്ഞ് ബിടെക് റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറിലാണ്. ഏറ്റവും ലേറ്റസ്റ്റ് കഴിഞ്ഞത് ലേറ്റസ്റ്റ്, മുമ്പേ കഴിഞ്ഞത് എംടെക് ഓർഡർ ആണെങ്കിൽ എംടെക് പ്ലസ് ബിടെക്, ആ രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. Clearly state your degree, major, university name, and expected graduation date, including your percentage. Okay, അങ്ങനെയെങ്കിൽ ആ പെർസെന്റേജ് കാര്യങ്ങളൊക്കെ റിസൾട്ട് വേരിങ് ആണെങ്കിൽ അതിന്റെ ഡേറ്റിൽ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം. ഇതുവരെയുള്ള സ്കോറിംഗ് സിസ്റ്റം, അങ്ങനെ ക്യുമുലേറ്റീവ് സ്കോറിംഗ് സിസ്റ്റം ഉള്ള ഒരു സ്ട്രീമാണ് എന്നുള്ളതെങ്കിൽ ഇതുവരെയുള്ള സിസ്റ്റങ്ങളൊക്കെ പറയാൻ വേണ്ടി കഴിയും. ടെക്നിക്കൽ പ്രൊഫഷൻസി, നിങ്ങൾക്ക് ആ രീതിയിലുള്ള ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസ് ഓട്ടോകാഡിലോ മാത്ലാബിലോ പ്രോഗ്രാംസിലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യുന്ന ജോബിൽ റിലവന്റ് ആണ് എങ്കിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? കാണിക്കേണ്ടതുണ്ട്. റിലവന്റ് കോഴ്സ് വർക്ക് ആൻഡ് സർട്ടിഫിക്കേഷൻസ്, ഏതെങ്കിലും രീതിയിലുള്ള സർട്ടിഫിക്കേഷൻസ് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും, കോഴ്സ് വർക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. അതൊക്കെ കൃത്യമായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഏരിയ ആണ്. ഇവിടെ നിങ്ങൾ നമ്മൾ പിശുക്കുക എന്ന് പറയില്ലേ, അത് ഫിനാൻസിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഏറ്റവും ഷോർട്ടായിട്ട് വാക്കുകൾ ചുരുക്കി എഴുതി വെക്കേണ്ട ഏരിയയാണ് റെസ്യൂമെ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ വായിച്ച എല്ലാം കിട്ടുകയും വേണം, വാക്കുകൾ ചെറുതായിരിക്കും വേണം, എങ്കിൽ നമുക്ക് ആ സമയത്തിൽ ഈ സംഭവം കൊള്ളത്തുള്ളൂ. ഇവിടെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പ്രോജക്ട്സ്, ഇന്റേൺഷിപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത സെക്ഷനിലാണ് വരേണ്ടത്. Include all relevant experience, internship, part-time jobs. എത്രയാണ് ചോദിച്ചു? വളണ്ടിയർ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ? പറ്റണം. ഇവിടെ പറയണം വളണ്ടിയർ വർക്ക്, അക്കാഡമിക് പ്രോജക്ട്സ്. ഓൾവേസ് യൂസ് സ്ട്രോങ് ആക്ഷൻ വേർഡ്സ്. നേരത്തെ നമ്മൾ പ്രാക്ടീസ് ചെയ്താണ്. ഇവിടെ നമുക്ക് ആക്ഷൻ വേർഡ്സ് ആവശ്യമുണ്ട്. ആൻഡ് ക്വാണ്ടിഫൈ യുവർ അച്ചീവ്മെന്റ്സ്. എങ്കിലേ ആ കാര്യത്തിൽ മനസ്സിലാവുള്ളൂ. വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത ഡീറ്റെയിൽസ് വെക്കണോ എന്നുള്ളതാണ്. ആവശ്യം നമുക്ക് ഇത്രയും കാര്യങ്ങളാണ്, പക്ഷെ അത്രയും റിലവന്റ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പാണ് അത്. നിങ്ങൾക്ക് അതിലൊരു ആ രീതിയിലുള്ള ഇൻസൈറ്റ് ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ
വെക്കാനുള്ള ഒരു സ്പേസ് കുറവാണ് എങ്കിൽ ഒരു ഫൈനൽ അല്ലെങ്കിൽ ലാസ്റ്റ് ലിസ്റ്റ് ഓപ്ഷൻ നൽകി വർക്ക്ഷോപ്പിലേക്ക് പോവാം. അതല്ല നിങ്ങൾക്ക് വർക്ക്ഷോപ്പിൽ നിങ്ങൾക്ക് ഒരു മേജർ റോൾ ഉണ്ടായിരുന്നു, യു പ്രസന്റ് പേപ്പർ ഇൻ വർക്ക്ഷോപ്പ്, അങ്ങനെ നിങ്ങളെ ശ്രദ്ധിക്കപ്പെടുന്ന റോൾ നിങ്ങൾക്ക് ആ വർക്ക്ഷോപ്പിൽ ഉണ്ട്. അതർവൈസ് ഇഫ് യു ആർ ഒരു പാർട്ടിസിപ്പന്റ് ആയിട്ട് കണ്ടക്ട് ചെയ്ത വർക്ക്ഷോപ്പ് ആണെങ്കിൽ ബാക്കി എല്ലാത്തിന്റെയും ശേഷം സ്പേസ് ഒക്കെ ആണെങ്കിൽ ഡിസൈൻ സോളാർ പവേർഡ് വാട്ടർ പമ്പ് റെഡ്യൂസിങ് എനർജി കോസ്റ്റ് ബൈ 50%. അവിടെ നമുക്ക് കാണാം ക്വാണ്ടിഫൈ ചെയ്യുന്ന കാണാം അച്ചീവ്മെന്റ്സ് എന്താണെന്നുള്ളത്, എന്താ ചെയ്തതെന്നുള്ളത് പറയാം. ഓക്കെ, പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്ന സ്കില്ല് ആ കാര്യം എഴുതും. പക്ഷെ പ്രോബ്ലം സോൾവ് ചെയ്തതിൽ നിങ്ങൾ എന്താ ചെയ്തത്, പ്രോബ്ലം സോൾവ് ചെയ്തതിൽ വാട്ട് വാസ് യുവർ ഇൻപുട്ട് ഇൻ സോൾവിംഗ് ദാറ്റ് പ്രോബ്ലം. അത് ഇന്റർവ്യൂവിൽ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇന്റർവ്യൂവിൽ നമ്മൾ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഇന്റർവ്യൂ സെഷൻ ഞങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇന്റർവ്യൂ ചെയ്യുന്ന ആളെ നമുക്ക് അറിയുന്ന ഉത്തരങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയും, അല്ലെങ്കിൽ അയാൾ ചോദിക്കുന്ന ആളുടെ ചോദ്യങ്ങളിലേക്ക് പോവുകയും ചെയ്യും. സപ്പോസ് നിങ്ങളോട് ചോദിക്കുന്നത് ബോംബെയിലാണ് ഇന്റർവ്യൂ നടക്കുന്നത്, അറിയാം ഫസ്റ്റ് ടൈം ഇൻ ബോംബെ, നിങ്ങൾ ബോംബെയിൽ ഫസ്റ്റ് ടൈം അല്ല, സെക്കൻഡ് ടൈം ആണ്. ഫസ്റ്റ് ടൈം വന്നത് ഈ പറയാണ്, നോ സർ ഐ സെക്കൻഡ് ടൈം ഇൻ ബോംബെ. Actually, 1 year back when I was in my final semester, I had an opportunity to. No, I am second year. I'm coming to Bombay for the second time. Final year, I got an opportunity to present a paper in Bombay University. So I went here second time. എന്നാ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ആള് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിൽ ബി വാട്ട് വാസ് ദാറ്റ് പേപ്പർ, വാട്ട് വാസ് ദാറ്റ് സെമിനാർ എന്നുള്ള കാര്യം. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി കഴിയും. ആ രീതിയിലുള്ള സാധനമാണ് ഇന്റർവ്യൂവിൽ കിട്ടുന്നത്. അതേ സാധനമാണ് നമുക്ക് എവിടെ കിട്ടുക, ഈ ജനറിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറയാതെ നിങ്ങളുടെ റോളും കൂടെ പറയുകയാണെങ്കിൽ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. Writing impactful accomplishment statements. Example കാണാം. Let a team of 4 to develop okay. റിസൾട്ട് ഇത് 4 എണ്ണം കാണാം. ആക്ഷൻ വെർബ്, ടാസ്ക്, കോണ്ടെക്സ്റ്റ്, റിസൾട്ട്. ഈ റിസൾട്ട് എന്താണ്? ഇംപ്രൂവ് ചെയ്തു ഫ്ലൈറ്റ് സ്റ്റെബിലിറ്റി ബൈ 20%. അതാണ് എന്ത് അതിന്റെ റിസൾട്ട് അല്ലെ. നിങ്ങൾ ചെയ്തത് എന്താ? നിങ്ങൾ ടീമിനെ ലീഡ് ചെയ്തു എന്നുള്ളതാണ് നിങ്ങൾ ചെയ്ത ആക്ഷൻ. ടാസ്കും കോണ്ടെക്സ്റ്റും ഇതിൽ പറയുന്നുണ്ട്. ഒരു പ്രോട്ടോടൈപ്പ് ഡ്രോൺ നിങ്ങൾ എന്ത് ചെയ്തു, ഡെവലപ്പ് ചെയ്തു. Optimized manufacturing process of key components, reducing material waste by 10% and saving 15K annually. Result 50K annually, right? Action verb എന്ന് പറയുന്നത് എന്താണ്? Optimized. Context എന്താണ്? Manufacturing process ആണ്. എന്തിന്റെയാണ്? Reducing material waste. I hope you are getting the point. Okay. Develop a novel algorithm for data analysis, enhancing processing speed by 30%. Okay. ഈ ഒരു ഏരിയ ക്ലിയർ ആണോ? This the slide before you. Writing impactful accomplishment statement. Yes, sir. Yeah. Right. ഒന്ന് വായിച്ചു നോക്കൂ. ഇതാണ് നമുക്ക് എപ്പോഴും വരാവുന്ന കോമൺ മിസ്റ്റേക്സ് ടു അവോയ്ഡ്. So you just go through the slide and you have a challenge. There is an error in this slide. Oh, there is a mistake in this slide. അതൊന്ന് നടത്തണം, ഒന്ന് വായിക്കാം. ആദ്യം ആരാണ് ആ മിസ്റ്റേക്ക് നടത്തുന്നത് നമുക്ക് നോക്കാം. Errors. Oh my God. പെട്ടെന്നാണല്ലോ. ആ എറേഴ്സ് എന്താണെന്നുള്ള ER instead of O. Yeah, correct. അത് പേര് ആരാ പറഞ്ഞേ? ആദിനാഥ്. ആദിൽ. Okay. വേറെ ആരോട് പറഞ്ഞല്ലോ? ആദിനാഥ്. Sorry sir. ആദിനാഥ്. Okay, thank you. വേറെ ആരോട് പറഞ്ഞല്ലോ? അതിനോടൊപ്പം തന്നെ സാറ.
Okay, right. Yes, sir. Yeah, thank you. Errors in spelling ERRO ആണ് ER അല്ലേ? Irrelevant personal details do not include your photo. ആവശ്യമുണ്ടോ? ഇല്ല. Marital status no. പണ്ടങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലേ? ഇപ്പോഴും ഇതേപോലെ റെസ്യൂം ഉണ്ടാക്കി അയക്കുന്ന ആൾക്കാരുണ്ട്. Marital status, ഫോട്ടോ, പേഴ്സണൽ നമ്മളെ സംബന്ധിച്ചുള്ള പേഴ്സണൽ ഇൻഫർമേഷൻ, പേര്, കോൺടാക്ട് നമ്പർ, ഇമെയിൽ ID, ലിങ്ക്ഡിൻ പ്രൊഫൈൽ, ഇത്ര അവർക്ക് മതി. Errors and inconsistencies. പ്രൂഫ് റീഡ് ചെയ്യണം കൃത്യമായിട്ട്. Avoid using industry specific jargon or acronyms without providing a brief explanation. അങ്ങനെ എന്തെങ്കിലും ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള റെസ്യൂമ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ജാർഗൺസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. Exaggerating or misrepresentation. നിങ്ങൾക്ക് ഒരു സെന്റൻസ് എടുത്ത് ഏതെങ്കിലും ടൂളിൽ ഇട്ടിട്ട് എല്ലാം പ്രിന്റ് ചെയ്ത് കൊടുക്കുകയോ റീഅറേഞ്ച് കൊടുക്കുകയോ ചെയ്താൽ അത് വലിയ സെന്റൻസ് സെറ്റ് ഗംഭീരമായിട്ട് വരും. ആ രീതിയിൽ നമ്മൾ മലയാളത്തിൽ പറയും തള്ളി മറിക്കാന്ന് പറയും. ആവശ്യമാണ് തള്ളൽ. പക്ഷെ എന്ത് ചെയ്തത് ഡ്രാഗ് ചെയ്ത് വലിച്ചിട്ടത് ഓവറായിട്ട് എക്സാജറേറ്റ് ചെയ്യരുത്. നമ്മുടെ റെസ്യൂമെ ഒന്ന് അതിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് പോവുകയാണെങ്കിൽ റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യുന്നു. ആ റെസ്യൂമെ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ തന്നെ ഒന്ന് മനസ്സിലാക്കുന്നു. നമ്മുടെ ഏത് കമ്പനിയിലേക്കാണോ പോകുന്നത് ആ കമ്പനിയെ കുറിച്ച് റിസർച്ച് ചെയ്തതിനു ശേഷം ആ റെസ്യൂമെ ഒന്നും കൂടെ എന്ത് ചെയ്യുന്നു, സൂപ്പർ ഫിനിഷ് ചെയ്യുന്നു. ആൻഡ് ഹാവ് ടു ഹാവ് എ സ്ട്രോങ് കവറിംഗ് ലെറ്റർ. വളരെ സ്ട്രോങ് ആയിട്ട് ഒരു കവർ ലെറ്ററോടെ വരുമ്പോഴാണ് റെസ്യൂമെ എന്താണെന്ന് കൃത്യമായി ഒതന്റിക് ആയിട്ട് മാറണം. റെസ്യൂമെ മാത്രം പോരാ, നമുക്ക് ഇതുവരെ വേണം കവറിംഗ് ലെറ്ററും കൂടെ അതിന്റെ കൂടെ ആവശ്യം. ഫൈനൽ ടിപ്സ് എന്ന് പറയുന്നത് റെഗുലർ ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം, ഈ റെസ്യൂമെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഞാൻ സെഷൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു റെസ്യൂമെ റിജക്ട് ചെയ്യപ്പെട്ടത് അതിന്റെ ഡേറ്റ് ഒരാഴ്ച മുമ്പായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇന്നാണ് റെസ്യൂമെ അയക്കുന്നെങ്കിൽ നിങ്ങൾ ഇന്നത്തെയോ അല്ലെങ്കിൽ ഇന്നത്തെയോ ഡേറ്റ് അതിനാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ ഓരോ രീതിയിലും എത്രമാത്രം അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുമോ ആ രീതിയിൽ അതിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പറ്റുകയാണ് എങ്കിൽ there are people and companies out there who are providing professional paid service for creating resumes. ഓൺലൈനിലൊക്കെ ലഭ്യമാണ്. അത്തരം സർവീസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് വൺ, തേർഡ് വൺ എന്ന് പറയുന്നത് അപ്പാർട്ട് ഫ്രം റിട്ടൺ റെസ്യൂമെ, ചില കമ്പനികളെങ്കിലും പുതിയൊരു ട്രെൻഡ് എന്ന് പറയുന്നത് വീഡിയോ റെസ്യൂമെ. റിട്ടൺ റെസ്യൂമെ അയക്കാൻ വേണ്ടി പറയും, അതിനുശേഷം നിങ്ങൾ വീഡിയോ റെസ്യൂമെ അയക്കാൻ വേണ്ടി പറയും. എന്ന് വെച്ചാൽ ഒരു 60 സെക്കൻഡ്സ് ഓർ 90 സെക്കൻഡ്സ് നിങ്ങളുടെ നിങ്ങൾ എന്താണ് ആസ് എ പ്രൊഫഷണൽ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ, അതിനാണ് നമ്മൾ വീഡിയോ റെസ്യൂമെ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കൺസെപ്റ്റും കൂടെ എമേർജ് ചെയ്ത് വരുന്നുണ്ട്. അതിലും നമുക്ക് ഭാവിയിലെങ്കിൽ ഒരു പ്രാക്ടീസ് ആവശ്യമാണ്. ഇതിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടാവും? Hello, excuse me, sir. Pardon? Sir, it's me, Adinath. Ah, So can you please share this PPT with us? yeah, sure. I will share with the organizer. Okay, I will share with the base lab. They will share it with you. Thank you, sir. Yeah, sure. How do filtration happens in virtual resumes? And the virtual resume ഉദ്ദേശിച്ചത് ലിങ്ക്ഡിൻ റെസ്യൂമെ ആണോ, ഓർ നോർമൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന റെസ്യൂമെ എങ്ങനെയാണ് ഫിൽട്ടർ ചെയ്യുന്നതാണോ? ശ്രീനന്ദൻ എസ് ഒന്നുകൂടെ എലാബറേറ്റ് ചെയ്യാവോ പ്രശ്നം?
Okay. 1 second. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, എന്താ വെർച്വൽ റെസ്യൂം എന്ന് ഉദ്ദേശിച്ചത് ആക്ച്വലി വെർച്വൽ റെസ്യൂം എന്നല്ല ഞാൻ സ്പെസിഫൈ ചെയ്തത്, വീഡിയോ റെസ്യൂം എന്നാണ്. ഓക്കെ, അതായത് ഒരു പുതിയൊരു കൺസെപ്റ്റ് ആണ്, എമർജിംഗ് കൺസെപ്റ്റ് ആണ്. നിങ്ങളെ കുറിച്ചുള്ള പ്രൊഫഷണലി നിങ്ങൾ എന്താണ് റെസ്യൂമിൽ എഴുതിയിരിക്കുന്ന സാധനം എന്താണ് എന്നുള്ളത് നിങ്ങൾക്കൊരു 90 സെക്കൻഡ്സിന്റെ വീഡിയോ ആക്കി അയച്ചു തരാൻ വേണ്ടി പറയും. ഓക്കെ, അല്ലെങ്കിൽ അതിന്റെ ലിങ്ക് നിങ്ങൾ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിന്റെ ലിങ്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി പറയും. ഓക്കെ, യൂട്യൂബിലോ വേറെ ഏതെങ്കിലും ക്ലൗഡിലോ ഓക്കെ അപ്ലോഡ് ചെയ്തതിനു ശേഷം അങ്ങനെ ഒരു രീതിയും കൂടെ വരുന്നുണ്ട്. വീഡിയോ റെസ്യൂം എന്നാണ് പറയാം. ചില കമ്പനികൾ വീഡിയോ റെസ്യൂം അത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നത്. അത് ഒരു പക്ഷേ ഫസ്റ്റ് സ്റ്റേജ് ആയിരിക്കണമെന്നല്ല, മേ ബി സെക്കൻഡ് സ്റ്റേജ് ആയിരിക്കും. കാരണം നമുക്ക് വിളിക്കുന്നതിന് മുമ്പേ ആരാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സർ ഈ പ്രൊഫഷണൽ സമ്മറിയില് സർ ഇപ്പൊ പറഞ്ഞില്ലേ ഈ കുത്തും കോമയും എല്ലാം, അതിന്റെ എങ്ങനെയാണ് അത് വേണ്ടെന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ലേ, അതെന്താണ്? കോമയും വേണ്ട വേണ്ട എന്നല്ല, നമുക്ക് കൃത്യമായിട്ട് എവിടെയാണോ കോമ വേണ്ടത് ആ സ്ഥലത്ത് മാത്രം എന്ത് ചെയ്യണം, അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് സെന്റൻസിൽ നമുക്ക് എന്താവശ്യമുണ്ട്, നമുക്കൊരു കോമ ആവശ്യമുണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കണം. അങ്ങനെ വേണ്ടാതെ എന്ത് ചെയ്യരുത്, വേണ്ടാത്ത ഒരു കുത്തും കോമയും ലിറ്ററലി പറഞ്ഞതാണ്, വേണ്ടാത്ത ഒന്നും നമ്മുടെ റെസ്യൂമില് ഉണ്ടാവരുത്. ഓക്കെ, അനാവശ്യമായിട്ടുള്ള ഒരു വാക്ക് പോലും റെസ്യൂമിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഈ ഒരു റെസ്യൂം നിങ്ങൾക്ക് കാണാമല്ലോ സ്ക്രീനിൽ. എഡിറ്റേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റെസ്യൂമിയുടെ ഉദാഹരണമാണ്. പേരുണ്ട്, കോണ്ടാക്ട് നമ്പർ ഉണ്ട്, ഇമെയിൽ ID ഉണ്ട്, ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ട്, കൊച്ചി കോമ കേരള. ഇതല്ലേ ഈ പ്രൊഫഷണൽ സമ്മറി നോക്കൂ. റിസൾട്ട് ഓറിയന്റഡ് മെക്കാനിക് ആയിട്ട് നേരത്തെ നമ്മൾ കണ്ടതാണ്. സോളിഡ് വർക്ക്സ്, team oriented environments and delivering low intake and solutions. സ്വാഭാവികമായിട്ടും ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്തുണ്ടാവും, ഐതർ അത് റിന്യൂവൽ എനർജി കമ്പനി ആയിരിക്കാം, ഓട്ടോകാഡ് സ്കില്ല് വേണമെന്നുണ്ടാവാം, മാറ്റ്ലാബിൽ എക്സ്പീരിയൻസ് വെച്ചിട്ടുണ്ടാവാം. ഹലോ, അല്ല ഈ പ്രൊഫഷണൽ സമ്മറി കണ്ടിട്ട് തിരിച്ചറിയാനല്ലേ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പൊ അതുള്ളതുകൊണ്ടാണ് പ്രൊഫഷണൽ സമ്മറിൽ ഇങ്ങനെ വന്നിരിക്കുന്നത്. സോ ദാറ്റ് ഇസ് ദ കോറിലേഷൻ. എഡ്യൂക്കേഷൻ, ബിടെക്, നമ്മുടെ കോളേജിൽ പേര് പറഞ്ഞിട്ടുണ്ട്, വർഷം പറഞ്ഞിട്ടുണ്ട്, ആവറേജ് പറഞ്ഞിട്ടുണ്ട്, സ്കോർ പറഞ്ഞിട്ടുണ്ട്, അതിൽ തന്നെയുള്ള കോഴ്സ് വർക്ക് എന്താണോ അത് പറഞ്ഞിട്ടുണ്ട്, എഡ്യൂക്കേഷൻ കഴിഞ്ഞ ശേഷം പറഞ്ഞിട്ടുണ്ട്, ടെക്നിക്കൽ സ്കിൽസ് പറഞ്ഞിട്ടുണ്ട്, ഡിസൈൻ ടൂൾസ്, ഓട്ടോകാഡ്, സിമുലേഷൻ അനാലിസിസ്, മാറ്റ്ലാബ്, ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് അക്കാഡമിക് പ്രൊജക്ട്സ് കോളേജിൽ നിന്ന് ചെയ്ത പ്രൊജക്ട്സ് എന്താണ് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പേഴ്സണൽ അച്ചീവ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ട്, സർട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ട്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരു പേജിൽ അദ്ദേഹം തീർക്കുന്നത് നിങ്ങൾ കാണാമല്ലോ, ഒരു പേജിൽ തീർന്നിട്ടുണ്ട്. ഓക്കെ, താഴ്ന്ന് നോക്കണ്ട, അത് ഞാനൊരു മോശം റെസ്യൂമിയുടെ എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ പേരുണ്ട്, താഴെ ഇമെയിൽ ഉണ്ട്. ഇമെയിൽ ഇങ്ങനെ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഹലോ, ആവശ്യമില്ലല്ലോ. കാരണം അർജുൻ കുമാർ @gmail.com എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇമെയിൽ ആണെന്നുള്ളത്. അപ്പൊ ഈ ഇമെയിൽ എന്ന് പറയുന്നത് ഈ വാക്ക് വെറുതെയാണ്. ഈ വാക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഈ കുത്തും കോമയിൽ ലിറ്ററലി വരുന്ന സംഭവമാണ്. നമുക്ക് വേണ്ട ഈ ഇമെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, പണ്ട് അങ്ങനെ ആയിരുന്നു എഴുതുക, ഫോൺ ഇതിനു ശേഷം ഫോൺ നമ്പർ എഴുതുന്നത്. ഇപ്പൊ അതിനാവശ്യമില്ല. നിങ്ങളത്
പേരെഴുതി വരെ ഇട്ടിട്ട് കോൾ ഇട്ടിട്ട് ഫോൺ നമ്പർ അടിച്ച് അത് ഫോൺ നമ്പർ ആണെന്നൊക്കെ മനസ്സിലാവും. കരിയർ ഒബ്ജക്റ്റീവ് നോക്കൂ. ഐ വാണ്ട് ടു വർക്ക് ഇൻ എ ഗുഡ് കമ്പനി വേർ ഐ കൻ യൂസ് മൈ സ്കിൽസ് ആൻഡ് ഗ്രോ. കർമ്മ വേണ്ടി തെളിക്കുന്ന സംഭവം. എഡ്യൂക്കേഷൻ, സ്കിൽസ്, എക്സ്പീരിയൻസ്. Made a solar pump project in final year. Solar pump project in final year. അതിന്റെ തന്നെ പ്രൊഫഷണലി റിട്ടേൺ നോക്കൂ. ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ? Yes, sir. ഡിസൈൻ ആൻഡ് ഫാബ്രിക്കേഷൻ ഓഫ് പോർട്ടബിൾ സോളാർ പവർഡ് വാട്ടർ പമ്പ് ഫൈനൽ ഇയർ പ്രൊജക്ട് എന്നാണ് പക്കയായിട്ട് എഴുതിയിരിക്കുന്നത്. സെയിം സാധനം തന്നെയാണ് പക്ഷേ എഴുതിയിരിക്കുന്നത്. Made a solar pump project final year. Okay, I hope you got the difference. Okay, ഇതാണ് ഒരു നല്ല റെസ്യൂമേ ഒരു മോശം റെസ്യൂമേ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. റെസ്യൂമയുടെ ഒരു കാര്യം നമ്മൾ ഇവിടെ നിന്നും മറ്റൊന്നിലേക്ക് പോവുകയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ലിവിംഗ് റെസ്യൂമെ എന്ന് കേട്ടിട്ടുണ്ടോ? ലിവിംഗ് റെസ്യൂമെ, LIVING, ലിവിംഗ് റെസ്യൂമെ. No, sir. എല്ലാ കാലത്തേക്കുമുള്ള ഒരു റെസ്യൂമെ. പേജിന്റെ പരിമിതിയോ സ്ഥലത്തിന്റെയോ എഴുത്തിന്റെയോ പരിമിതിയോ ഒന്നുമില്ലാത്ത ഒരു റെസ്യൂമെ. ആ റെസ്യൂമെയാണ് ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ലിവിംഗ് റെസ്യൂമെ. One second, I can't forget. PPT okay ആണോ? Yes, sir. ലിങ്ക്ഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും? ഈ ഒരു റെസ്യൂമെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ, ആക്ച്വലി ഇതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്? Anyone want to try? Okay, ഹലോ Hello, sir. ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. LinkedIn. ലിങ്ക്ഡിൻ, സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ലിങ്ക്ഡിൻ എന്നുള്ളതല്ല, ലിങ്ക്ഡിൻ എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്, ലോഞ്ച് ചെയ്യേണ്ടത്.
ഓക്കെ. ഈ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ലിങ്ക്ഡിൻ എന്നാണ് നിങ്ങൾ അതിനെ പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ഓക്കെ, ലിങ്ക്ഡിൻ. ലിങ്ക്ഡിനെ കുറിച്ച് ആൾക്കാർ പറയുന്നത് ലിങ്ക്ഡിൻ ഈസ് ദ ലിവിങ് റെസ്യൂമേ എന്നാണ്. എല്ലാ കാലത്തേക്കുള്ള റെസ്യൂമേയാണ് എന്ത് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. ഇപ്പോഴും നിങ്ങളുടെ റെസ്യൂമേയുടെ കൂടെ നിങ്ങളുടെ പേര്, കോൺടാക്ട് നമ്പർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ലിങ്ക്ഡിൻ പ്രൊഫൈൽ ലിങ്കും കൂടെ ആളുകൾ ചോദിക്കുന്നുണ്ട്. ശരിയല്ലേ? നാളെ 2 or 3 വർഷം കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അക്കാഡമിക് കരിയർ ജേർണി സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളുടെ ഒരു മിഡ് ലെവൽ കരിയറിലേക്ക് എത്തുന്ന സമയത്ത് ആളുകൾ ആകെ ചോദിക്കുന്നത് അറിയോ? They will never ever ask for your resume. They will just ask to share your LinkedIn profile. കേട്ടിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ? Yes, sir. ലിങ്ക്ഡിൻ പ്രൊഫൈൽ മാത്രമേ ആളുകൾ ചോദിക്കുന്നുള്ളൂ. ഇപ്പോഴും ജോബ് മാർക്കറ്റിൽ മിഡ് ലെവൽ മോളോട്ട് ആൾക്കാർ എന്തേ ചോദിക്കുന്നുള്ളൂ? ലിങ്ക്ഡിൻ മാത്രമേ ചോദിക്കുന്നുള്ളൂ. മറ്റൊന്നും ചോദിക്കുന്നില്ല എന്നുള്ളതാണ്. എത്ര പേർക്ക് ലിങ്ക്ഡിനില് പ്രൊഫൈൽ ഉണ്ട്? ആക്ച്വലി സെറ്റപ്പ് ചെയ്ത് എത്ര പേരുണ്ട്? ഒന്ന് യെസ് പറയാറുള്ള ആൾക്കാർ, ഇല്ലാത്ത ആൾക്കാർ? Yes, sir. ഈ ഹാൻഡ്സ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും യൂസിക്കുന്നു. വെരി ഗുഡ്. ഹാപ്പി ടു സീ ദാറ്റ് ലോട്ട് ഓഫ് യു ഹാവ് ലിങ്ക്ഡിൻ പ്രൊഫൈൽ. ഓക്കെ, ഗ്രേറ്റ്. റേസ് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റേസ് ചെയ്ത ആൾക്കാരെ സംസാരിക്കാനാണോ? അല്ലല്ലോ, ആണെങ്കിൽ പറയാം. ആണോ? സോറി, ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ട്. ഗ്രേറ്റ്. ബ്രാൻഡിങ്ങിന് ഏറ്റവും കൂടുതൽ പ്രസക്തിയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പേഴ്സണൽ ബ്രാൻഡിങ് ആൻഡ് പ്രൊഫഷണൽ ബ്രാൻഡിങ്. ജസ്റ്റ് അക്കൗണ്ട് മാത്രം ഫൈൻ, അത് നമുക്ക് ഇനി സെറ്റാക്കാം. ബ്ലാങ്ക് ആക്സസ് നമുക്ക് കുറെ ആൾക്കാരുടെ കാര്യത്തിൽ ബ്ലാങ്ക് ആണ്. സോ പ്രൊഫഷണൽ ബ്രാൻഡിങ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ഏരിയ ആണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. നെറ്റ്വർക്കിംഗിന്റെ ഏരിയ ആണ്. നെറ്റ്വർക്കിംഗ് മീൻസ് നിങ്ങളുടെ കോളേജിൽ നിന്ന് പഠിച്ചു പോയ അലൂമിനീസ്, നിങ്ങളുടെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫീൽഡിലുള്ള HR റിക്രൂട്ടേഴ്സ്, ആ ഫീൽഡിലുള്ള കമ്പനീസ്, അവിടെ വർക്ക് ചെയ്യുന്ന സീനിയേഴ്സ്, ഓണ്ടർപ്രണേഴ്സ്, കമ്പനി ഓണേഴ്സ്, ഈ മൊത്തം ആളുകളായിട്ട് കഴിയും നെറ്റ്വർക്കിംഗ് ചെയ്യാൻ വേണ്ടി കഴിയും. ജോബ് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് സെർച്ച് ചെയ്ത് സ്കാൻ ചെയ്ത് ഇവൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോലും ലിങ്ക്ഡിൻ എന്നിട്ട് പ്രൊഫൈലിൽ അല്ലെ ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ റെസ്യൂമെ ലിങ്കിലേക്ക് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് വെക്കാം. അപ്പൊ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഷെയർ ചെയ്യുന്ന സമയത്ത് പ്രൊഫൈലിലും റെസ്യൂമിലും എല്ലാം ഒരുമിച്ച് പോകാനുള്ള ഓപ്ഷൻസ് വരെ അവിടെ ലിങ്ക്ഡിനുണ്ട്. സ്കിൽ ഡെവലപ്മെന്റ്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽ സർട്ടിഫിക്കേഷൻസ് ആഡ് ചെയ്യാൻ വേണ്ടി കഴിയും. അതേപോലെ ലിങ്ക്ഡിനിലെ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ്, ലിങ്ക്ഡിനിൽ ഫ്രീ ആയിട്ടും പെയ്ഡ് ആയിട്ടും ലിങ്ക്ഡിനിൽ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത്ര ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കോഴ്സ് അവിടെ സർട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ചില കമ്പനികൾ സർട്ടിഫിക്കേഷൻസ് കൊടുക്കുന്ന സമയത്ത് ലിങ്ക്ഡിനിൽ ചെയ്യാൻ വേണ്ടി കഴിയുന്ന രീതിയിലേക്ക്, ലിങ്ക്ഡിനിൽ ഓൺലൈനിൽ നേരിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി കഴിയുന്ന രീതിയിലേക്കുള്ള സർട്ടിഫിക്കേഷൻസും അവർ കൊടുക്കുന്നുണ്ട്. ആരെയും തന്നെ വെരിഫിക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ലിങ്ക്ഡിനിലേക്ക് നമുക്കുള്ള മെച്ചം എന്ന് പറയുന്നത്. Could you please give some time to share the LinkedIn profile? That the organizers ഉണ്ട്, അതൊന്നും നോക്കാം. ലിങ്ക്ഡിനിൽ ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് വേണ്ടുന്ന കാര്യം എന്താ പറയുക? ഫസ്റ്റ് തിങ്, ലിങ്ക്ഡിൻ that is what in the screen. എന്താണ്? നമുക്ക് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഫോട്ടോ ലിങ്ക്ഡിനിലേക്ക് ആവശ്യം. ക്രിയേറ്റിംഗ് എ പവർഫുൾ പ്രൊഫൈൽ പിക്ചർ ആൻഡ് ഹെഡ്ലൈൻ. നല്ല ലൈറ്റ് മുഖത്ത് വരുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള കളർ ഉപയോഗിക്കുന്ന ഡ്രസ്സ് ധരിച്ചിരിക്കുന്ന ഹെഡ് ഷോട്ട് തന്നെ വേണം. കൃത്യമായിട്ട് നിങ്ങളുടെ ഫേസ് കാണാൻ വേണ്ടി കഴിയുന്ന നല്ല ലൈറ്റിംഗ് ഉള്ള ഒരു പിക്ചർ പ്രൊഫൈൽ പിക്ക് വെക്കുക എന്നുള്ളത് തന്നെയാണ് ലിങ്ക്ഡിൽ ആവശ്യം. നിങ്ങൾ ഇൻസ്റ്റയിലോ മറ്റോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ദൃശ്യമാണ് തലകുട്ടി നിൽക്കുന്നതും ഇതും മാത്രമൊക്കെ ആയിട്ടുള്ള ഫോട്ടോസ് നോക്കാം.
But whereas the LinkedIn is concerned, it's a professional platform. So out of the professional photos. ഇതിൽ കാണുന്ന പോലെയുള്ള ഫോട്ടോസ് തന്നെ. നിങ്ങളുടെ ഫോട്ടോസ് നിലവിൽ ലിങ്ക്ഡിനിൽ ആക്കാത്ത ഫോട്ടോസ് എങ്ങനെയാണോ? പ്രൊഫഷണലി ഹെഡ് ഷോട്ട് ആണോ? No, sir. അല്ല. Yes. Right. SLR keep it and photo illa. Yeah, have to do it. ഇടയ്ക്ക് ആധാർ കാർഡിലുള്ളതുപോലെയുള്ള ഫോട്ടോ ഒന്നുമല്ലോ, 2 കൊല്ലം മുമ്പത്തെ ഫോട്ടോ അല്ല. അപ്പൊ അതൊന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കുക. അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു ഫോട്ടോയിലേക്ക് ആ പ്രൊഫൈലിന് ഇന്ന് തന്നെ ആപ്പ് ഉപയോഗിച്ച് പറ്റാണെങ്കിൽ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുത്തിട്ടുണ്ട് അത് മാറ്റാം. കമ്പലിംഗ് ഹെഡ്ലൈൻ. നിങ്ങൾ ആരുടെങ്കിലും ലിങ്ക്ഡിനിൽ അങ്ങനെ സജീവമായിട്ടുള്ള ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ ഹെഡ്ലൈൻ എന്താണെന്നുള്ളത് ഒന്ന് പറയാമോ? ആരെങ്കിലും ഓർമ്മയുണ്ടാവും? പക്ഷെ ഓർമ്മയുണ്ടാവില്ല അല്ലേ? ഒരു പവർഫുൾ ഹെഡ്ലൈൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് പറയുന്നത്. സ്റ്റാർട്ട് വിത്ത് ഡിഗ്രി, ആഡ് യുവർ ടെക്നിക്കൽ സ്കിൽ, ഷെയർ യുവർ കരിയർ ഗോൾ, പ്രോജക്ട്സ്, അവാർഡ്സ്, ഇന്റേൺഷിപ്പ്. എക്സാമ്പിൾ കാണാവോ? അതായത് പ്രൊഫൈൽ പിക്ചർ കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഹെഡ്ലൈൻ ആണ്. ലിങ്ക്ഡിനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണുള്ളത്. ടെക്നിക്കൽ ടൂൾ ആയതുകൊണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ചാലഞ്ച് അല്ല. പക്ഷെ അവിടെ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. സ്റ്റാർട്ട് വിത്ത് ഡിഗ്രി. ഡിഗ്രി കാണാം, മെക്കാനിക്കൽ എഞ്ചിനീയർ കാണാമല്ലോ അല്ലെ? ഡിഗ്രി, ഇതാണ് ഡിഗ്രി എന്ന് പറയുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയർ സ്റ്റുഡന്റ്. ആഡ് യുവർ ടെക്നിക്കൽ സ്കിൽ. അതില്ല. ഓക്കെ. ഷെയർ യുവർ കരിയർ ഗോൾ, ആസ്പയറിംഗ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ. ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആവാൻ ആഗ്രഹിക്കുമോ എന്ന് ചോദിക്കരുത്. ഞാൻ 2 സ്ട്രീമിൽ നിർത്തി എഴുതിയതാണ്. ഇന്റേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇന്റേൺ എവിടെയാണ് എന്നുള്ളത്. പ്രൊജക്ട്സ്, അവാർഡ്സ്, ഇന്റേൺഷിപ്പ്. പ്രൊജക്ട്സ്, അവാർഡ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ഓർഡർ മനസ്സിലായോ? ഹലോ, നിങ്ങളുടെ ഹെഡ്ലൈനിന്റെ ഓർഡർ മനസ്സിലായോ? Yes, sir. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഈ ഏത് ഡിജിറ്റൽ മീഡിയയിലും, അത് സോഷ്യൽ മീഡിയയിൽ ഏതായാലും, അതിന്റെ അൽഗോരിതം സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്സ് എന്താണോ ആ ഇൻപുട്സിനനുസരിച്ചാണ്. നിങ്ങൾ വെറുതെ ആ പേജ് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഡാറ്റ ഫീഡിലേക്ക് വരുന്ന കണ്ടന്റ്സ് ഉണ്ടല്ലോ, വാട്ട് എവർ ഇറ്റ് ഈസ്, ന്യൂസ് ആവാം, എന്റർടൈൻമെന്റ് ആവാം, എന്ത് കണ്ടന്റ് ആവട്ടെ, ആ കണ്ടന്റ് വരുന്നതിന്റെ ഒരു അൽഗോരിതം സെറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കൊടുക്കുന്ന ഇതിനനുസരിച്ചാണ്, ബേസിക് ഇൻപുട്സ് അനുസരിച്ചും പിന്നീട് നിങ്ങൾ സെർച്ച് ചെയ്യുന്നതനുസരിച്ചാണ്. ഫസ്റ്റ് ഡേ ബേസിക് ഇൻപുട്ടിനനുസരിച്ചാണ്. മെക്കാനിക്കൽ എഞ്ചിനീയർ ആസ്പയറിംഗ് ഫുൾ സ്റ്റാക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ അതിനനുസരിച്ചുള്ള സാധനമായിരിക്കും നിങ്ങളുടെ ഫീൽഡിൽ ഉണ്ടാവുക. കാരണം നമുക്ക് കണക്കാവേണ്ടതും അതിനനുസരിച്ചുള്ള ഏരിയയിലേക്കാണ്. ഓക്കെ. അടുത്ത നമുക്ക് ആവശ്യമുള്ളത് ഈ ഹെഡ്ലൈൻ ഷോർട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താ? ശരിക്കും ഒരു എല്ലാവരും മനസ്സിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ച് നോക്കുക, അതിൽ ഒരു നോട്ടിൽ എഴുതി നോക്കുക, പിന്നീട് നിങ്ങൾ ചെയ്ത് നോക്കുക. ടൈം കൺസ്ട്രെയിൻ ഉള്ളത് കൊണ്ടാണ് ആക്ടിവിറ്റിയിലേക്ക് പോകാത്തത്. ഓക്കെ, സെറ്റാണേ. റൈറ്റിംഗ് ആൻ എൻഗേജിംഗ് സമ്മറി. ഇവിടെയാണ് നമ്മുടെ അബൌട്ട് സെക്ഷൻ എന്ന് പറയുന്ന ലിങ്ക്ഡിലെ ഏരിയയിൽ നമ്മൾ എഴുതേണ്ടത് എന്താണ്? എൻഗേജിംഗ് സമ്മറിയാണ്. നിങ്ങളെ കുറിച്ച്, നിങ്ങളുടെ ആസ്പിറേഷൻസ് കുറിച്ചുള്ള ഒരു സമ്മറി നമുക്ക് ആവശ്യമുള്ള ഏരിയ ഇതാണ്. ഓക്കെ, എന്തൊക്കെ നമുക്ക് ചെയ്യാം? ഇതും കണ്ടിന്യൂസ് ആയിട്ട് മാറ്റം വരേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ അബൌട്ട് സെക്ഷൻ എന്ന് പറയുന്നത് പഠിക്കുന്ന സമയത്ത് ഉള്ളതായിരിക്കില്ല, പിന്നീട് അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ. ഹൈലൈറ്റ് കീ അച്ചീവ്മെന്റ്സ്. നമ്മൾ നേരത്തെ റെസ്യൂമിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അതിന്റെ ഒരു മറ്റൊരു വേർഷനായിട്ട് ഇതിനെ എടുത്താൽ മതി. Showcase your key skills, significant projects, career goals, concrete examples that demonstrate your capabilities and the impact of your work. പലപ്പോഴും ചില സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ഒരു തമാശ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അതായത് ചെറിയ ജോലിയായിരിക്കും, പക്ഷെ ലിങ്ക്ഡിൻ പ്രൊഫൈലിലെ അബൌട്ട് സെക്ഷൻ എന്ന് പറയുന്നത് ഒരു 2 പാരഗ്രാഫില് അതിഗംഭീരമായിട്ടുള്ള അബൌട്ട് സെക്ഷൻ ആയിരിക്കും. വളരെ എക്സാജറേറ്റിംഗ് ആയിട്ടുള്ള അബൌട്ട് സെക്ഷൻ.
അങ്ങനെയല്ല വേണ്ടത്. നിങ്ങൾക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടി കഴിയുന്ന, വീണ്ടും മെഷർ ചെയ്യാൻ വേണ്ടി കഴിയുന്ന, നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് ചെയ്യാൻ വേണ്ടി കഴിയുന്ന, നിങ്ങൾ അങ്ങനെ റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ റിസൾട്ട് ഒക്കെ പറയുന്ന ഒരു എബൌട്ട് സെക്ഷൻ ആണ് വേണ്ടത്. ലിങ്ക്ഡ്ഇൻ പ്രൊഫൈലുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, പ്രൊഫൈൽ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കേണ്ട ഏരിയ ഏതാണെന്നറിയോ? ഈ എബൌട്ട് സെക്ഷനാണ്. പറ്റുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ലാംഗ്വേജിൽ എഴുതുക, എഐനോട് ചോദിക്കാതെ സ്വന്തം ഭാഷയിൽ എഴുതുക. ഒരു രക്ഷയില്ല, യു ആർ ആസ്കിംഗ് ഫോർ എ. അത് ചെയ്യാതിരിക്കാൻ പറ്റുമെങ്കിൽ എഐനോട് ചോദിച്ചിട്ടാണ് എ ആണ് എഴുതി തരുന്നത് എങ്കിൽ അതൊരു ഹ്യൂമനോയിഡ് സ്റ്റൈലിലേക്ക് മാറ്റാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അതിനെ കൊണ്ട് തന്നെ മാറ്റിപ്പിക്കാം. 3 അങ്ങോട്ട് ഇൻപുട്സ് കൊടുത്തതിന് ശേഷം മാത്രം നിങ്ങളെ കുറിച്ച് എഴുതാൻ വേണ്ടി പറയാം. അതല്ലാതെ നിങ്ങൾ ചാറ്റ് എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് ഫ്രം മൈ ചാറ്റ് വിത്ത് യു ഓവർ ദ ലാസ്റ്റ് 1 year റൈറ്റ് മീ സമ്മറി ഫോർ ലിങ്ക്ഡ്ഇൻ പ്രോംപ്റ്റ് ചെയ്യാതെ അതിനു വേണ്ടി എന്നതൊക്കെയാണ് പറഞ്ഞിട്ട് വേണമെങ്കിൽ എത്തിപ്പിക്കാം. ബട്ട് ബെസ്റ്റ് സൊല്യൂഷൻ ഈസ് റൈറ്റ് യുവർസെൽഫ്. ഇതൊരു എഞ്ചിനീയർ എഴുതിയ എബൌട്ട് സെക്ഷൻ ആണ്. വായിക്കാൻ പറ്റുന്നുണ്ടോ? Yes, sir. ഒന്ന് ഒരു സമയത്ത് വായിച്ചോ. Having a core knowledge of data acquisition, വായിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അയാളുടെ എബൌട്ട് സെക്ഷൻ ആണ് എഞ്ചിനീയർ എഴുതിയിരിക്കുന്നത്. ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് വിത്ത് ഷൂട്ടിംഗ്, ഗോളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എത്തിയിട്ടുണ്ട്, അതിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എബൌട്ട് സെക്ഷൻ സെറ്റ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളുടെ കോളേജിൽ നിന്ന് സീനിയർ ആയിട്ടൊക്കെ ഉള്ള ആളുകളുടെ സെയിം സ്ട്രീം ഓഫ് എക്സ്പീരിയൻസ് തന്നെയുള്ള ആളുകളുടെ പരിചയമുള്ള കണക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഒക്കെ എബൌട്ട് സെക്ഷൻ ഒക്കെ എടുത്ത് ഒന്ന് വായിച്ച് മനസ്സിലാക്കുമ്പോൾ യു വിൽ ഗെറ്റ് സം കൈൻഡ് ഓഫ് ഇൻസൈറ്റ്സ്. അപ്പൊ ആ ഇൻസൈറ്റ്സ് കൂടെ വെച്ചിട്ട് നിങ്ങളുടെ എബൌട്ട് സെക്ഷൻ ചെയ്യാം, മനോഹരമാക്കാൻ വേണ്ടി. റൈറ്റ്, രണ്ടാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ഹെഡ്ലൈൻ പറഞ്ഞു, എബൌട്ട് സെക്ഷൻ പറഞ്ഞു. Maybe a little bit of repetitive of what we have discussed in the resume. Okay. ഇവിടെയും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സ്കിൽസ്, പ്രൊജക്ട്, സർട്ടിഫിക്കേഷൻസ് ഒക്കെ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ സെറ്റപ്പിൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ആഡ് ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ, ലിസ്റ്റ് ഓഫ് ടെക്നിക്കൽ ആൻഡ് സോഫ്റ്റ് സ്കിൽ. നിങ്ങൾ അച്ചീവ് ചെയ്തിരിക്കുന്ന ടെക്നിക്കൽ സ്കിൽസ് എന്തൊക്കെയാണ്? ടെക്നിക്കൽ സ്കിൽസ് മാത്രം പോരാ ഒരു ജോലി സക്സസ്ഫുൾ ആകാൻ വേണ്ടിയിട്ട്, സോഫ്റ്റ് സ്കിൽ കൂടെ വേണം. അപ്പൊ അത്തരത്തിലുള്ള സോഫ്റ്റ് സ്കിൽ ഉണ്ടെങ്കിൽ ആ സോഫ്റ്റ് സ്കിൽ നോക്കാൻ വേണ്ടി ചെയ്യാം. Regularly review and update your skills section. Okay, കാരണം ഇൻഡസ്ട്രി 1.0 2.0 അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ മാറ്റത്തിനനുസരിച്ച് എന്ത് ചെയ്യാം, നിങ്ങൾ ഒരു പക്ഷേ എഞ്ചിനീയറിംഗിൽ ജോയിൻ ചെയ്ത സമയത്തായിരിക്കാം ChatGPT 1 ലോഞ്ച് ചെയ്തിട്ടുണ്ടാവുക, പുതിയ ലോഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ബട്ട് നൗ ഇറ്റ് ഇസ് 5 എത്തിയിരിക്കും. അപ്പൊ ആ രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്കറിയാം ഓരോ ഫീൽഡിലുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങളുടെ സ്കില്ലും സർട്ടിഫിക്കേഷനും മാറ്റത്തിനനുസരിച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. പ്രോജക്ട് ഡിസ്ക്രിപ്ഷൻ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ റോൾ എന്തായിരുന്നു, എന്ത് ടെക്നോളജിയാണ് ഉപയോഗിച്ചത്, എന്തായിരുന്നു ഔട്ട്കംസ്, നേരത്തെ റെസ്യൂമെ സെക്ഷനിൽ പറഞ്ഞതാണ്. ആ രീതിയിൽ ആ സാധനത്തിന് സെറ്റ് ചെയ്യാം. എന്തായാലും ലിങ്ക്ഡിനിലെ റെക്കമെൻഡേഷൻ എന്താണെന്നറിയോ? കേട്ടിട്ടുണ്ടോ? Yes, sir. എന്താ റെക്കമെൻഡേഷൻസ് ഓർ എൻഡോഴ്സ്മെന്റ്സ് എന്താണ്? Any idea? Anyone to share what is recommendation
or endorsements? Companies with which our ideas are closely aligned, like that. Yeah. നിങ്ങളൊരു വർക്ക് ചെയ്തു, ഇന്റേൺഷിപ്പ് ചെയ്തു. ഇന്റേൺഷിപ്പ് കഴിയുന്ന സമയത്ത് സൂപ്പർവൈസർ അല്ലെങ്കിൽ അതിന്റെ ഹെഡ് ഓവർ ദ റെസ്പോൺസിബിൾ പേഴ്സൺ നിങ്ങളെ കുറിച്ച് നല്ല കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്താ ആ മീറ്റിംഗിൽ പറഞ്ഞു? ഒരു കാര്യമില്ലല്ലോ, നല്ല രസമുണ്ട്, എല്ലാവരും നേടിയും. നമ്മളെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും, നല്ലത് പറഞ്ഞാലും, പ്രൊഫഷണലി നല്ലത് പറഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്യുമ്പോൾ പറയുന്ന സാർ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഞാൻ ഷെയർ ചെയ്യാം, സാറ് റെക്കമെൻഡേഷൻ തരുമോ? ഇതിപ്പം പറഞ്ഞ സാധനം റെക്കമെൻഡ് ചെയ്താൽ മതി. അപ്പം അദ്ദേഹത്തിന് നമ്മുടെ പ്രൊഫൈൽ സെക്ഷനിൽ എന്തുണ്ട്, റെക്കമെൻഡേഷൻ എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഈസ് വെരി സ്കിൽഡ് അറ്റ് ദിസ് ടെക്നോളജി ആൻഡ് ഈസ് ഗുഡ് അറ്റ് വർക്കിംഗ് വിത്ത് ടീംസ് എന്നൊക്കെ എഴുതിയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ റെസ്യൂമെ എന്താണെന്ന് പറയുന്നത് അത് മറ്റൊരാൾ എന്ത് ചെയ്യുന്നു, എൻഡോഴ്സ് ചെയ്യുന്നു. അങ്ങനെ തന്നെയാണ്, അയാളെ ക്വാളിറ്റി ഉള്ള ആളാണ്. ഓക്കെ, റെക്കമെൻഡേഷൻസ് ചോദിച്ചാലേ കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ടീച്ചേഴ്സ് എടുത്ത് പ്രോസസ് എടുത്ത് ഇൻഡസ്ട്രിയിൽ ഗംഭീരമായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യാം, റെക്കമെൻഡേഷൻസ് മേടിക്കാം. റെക്കമെൻഡേഷൻ വാങ്ങാൻ പറ്റുന്ന ആ ആള് ആ ലെവലിൽ ആളായിരിക്കണേ. എല്ലാ ആളുകളുടെ റെക്കമെൻഡേഷൻ പഠിക്കരുത്. ടെക്നിക്കൽ റെക്കമെൻഡേഷൻ വേണമെന്നില്ല കേട്ടോ. നിങ്ങൾ വളരെ സൂപ്പർ സീനിയർ ആയിട്ടുള്ള ഒരാള് ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സോഫ്റ്റ് സ്കിൽ ഏരിയയിൽ നിന്ന് എന്ത് ചെയ്യാം, റെക്കമെൻഡേഷൻ പഠിക്കാം. ബിക്കോസ് എക്സ്ട്രീംലി ഗുഡ് അറ്റ് മേക്കിംഗ് ദ ടീം മെമ്പേഴ്സ് cohesive during our college days, and I strongly recommend him for his teamwork skills. And the senior Bana, if he is in a position, that is also a good recommendation. Clear? ആർക്കെങ്കിലും റെക്കമെൻഡേഷൻ കിട്ടിയിട്ടുണ്ടോ? എൻഡോഴ്സ്മെന്റ് കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? ലിങ്ക്ഡിൻ പ്രൊഫൈലിലേക്ക് കൊടുത്താലെങ്കിലോ? Yes, sir. എന്തായിരുന്നു പറയാവോ? എന്തായിരുന്നു എന്നുള്ളത് ഓർമ്മയുണ്ടോ? ഓക്കെ, ഫൈൻ. നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ തരാൻ വേണ്ടി കഴിയുന്ന ഒരു 5 പേരെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ടോ? മനസ്സിൽ എത്ര പേർക്ക് പറ്റുന്നുണ്ട്? ഞാൻ ലിങ്ക്ഡിൻ പ്രൊഫൈൽ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 5 പേരോട് ചോദിച്ചാലെങ്കിലും എനിക്ക് എന്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ ഒരു എൻഡോഴ്സ്മെന്റ് കിട്ടും, റെക്കമെൻഡേഷൻ കിട്ടും. Can you identify 5 people who are in a good position or doing good in their job? Yes, sir. പറ്റുന്നുണ്ട്. ഓക്കെ, അതിന് പറ്റുന്നുണ്ട്. ബാക്കിയുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ തരാൻ പറ്റുന്ന 5 ആൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി കഴിയുമോ? ലിങ്ക്ഡിനിലുള്ള ആളുകൾ നോ? ഓക്കെ, ജെഫിൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഫിസിക്കലി നിങ്ങൾ ചെയ്ത നിങ്ങളുടെ നല്ല ഇൻപുട്ട് കൊടുത്ത ആളുകളെ ഒന്ന് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞ ആളുകൾ, എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾ പഠിപ്പിച്ച പ്രൊഫസേഴ്സ്, നിങ്ങൾക്ക് നല്ല ഒരു ടീം വർക്കായിട്ട് എന്തെങ്കിലും പ്രൊജക്ട് ചെയ്ത കോളേജിലെ ഒരു സൂപ്പർ സീനിയർ കമ്പനി, അങ്ങനെയുള്ള ആരെങ്കിലും ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പ്രൊഫൈലൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്ത്, എൻഡോഴ്സ്മെന്റ് ആദ്യം തന്നെ മേടിക്കേണ്ട, പ്രൊഫൈലൊക്കെ സെറ്റപ്പ് ചെയ്ത് ഒന്ന് ആക്റ്റീവായി ഒന്ന് തെളിഞ്ഞതിന് ശേഷം ഇതേ മതി എൻഡോഴ്സ്മെന്റ് മേടിച്ചാൽ മതി. പക്ഷെ എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എന്നും റെക്കമെൻഡേഷൻ എൻഡോഴ്സ്മെന്റ് ലിങ്ക്ഡിനിൽ എൻഡോഴ്സ്മെന്റ് ഉണ്ടാവുക, അത് വാങ്ങണമെന്നുള്ളത് ഓർമ്മിച്ച് വെക്കുക. അത് ചോദിച്ചാലേ കിട്ടത്തുള്ളൂ. ചിലപ്പോൾ ചിലരുടെ പ്രൊഫൈൽ ചോദിക്കാതെ തന്നിട്ടുണ്ടാവും. ചോദിക്കാം, ചോദിച്ചാൽ കിട്ടും. ബിൽഡിംഗ് ആൻഡ് ലീവറേജിംഗ് യുവർ നെറ്റ്വർക്ക്. എങ്ങനെയാണ് നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ നിങ്ങളുടെ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയാം? കണക്ഷൻസ് ഉണ്ടാക്കുക. ആരെയുണ്ട്? റിക്രൂട്ടേഴ്സ് ആൻഡ് അലൂമിനി. നിങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഹെൽപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ അലൂമിനി ആണ്, അല്ലെ? നിങ്ങളുടെ പരിചയമുള്ള അലൂമിനി ഉണ്ടാവും, പാസ് ഔട്ട് ആയ അലൂമിനി ഉണ്ടാവും, അവർക്ക് പരിചയമുള്ള അവരുടെ അലൂമിനി ഉണ്ടാവും, അവർക്ക് പരിചയമുള്ള അവരുടെ അലൂമിനി ഉണ്ടാവും. ലോകത്തിലെ ഒരു ചൊല്ലുണ്ട്, ഒരു സപ്പോർട്ട്. നിങ്ങൾക്ക് ലോകത്തിൽ ഏത് വ്യക്തിയെ പരിചയപ്പെടണമെങ്കിലും 5 ആള് വിചാരിച്ചാൽ മതി എന്നാണ് പറയാം. 5 പേര് വിചാരിച്ചാൽ നിങ്ങൾക്ക് ലോകത്തിൽ ഏത് വ്യക്തിയെയും പരിചയപ്പെടാൻ വേണ്ടി കഴിയും എന്ന റിപ്പോർട്ട് ഉണ്ട്. നിങ്ങൾക്ക് ഒരു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ കണക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആരാണ് നമ്മൾ നോക്കും. മേ ബി ദ മെമ്പർ ഓഫ് പാർലമെന്റ്.
മെമ്പർ ഓഫ് പാർലമെന്റ് ഫസ്റ്റ് പേഴ്സൺ. മെമ്പർ ഓഫ് പാർലമെന്റ് പരിചയം ആരാളുള്ളത്? നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും ഉണ്ടാവുക? അപ്പം MLA ഉണ്ടാവാം. സെക്കൻഡ് പേഴ്സൺ MLA പരിചയമുള്ളത് നാട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാവും. 1, 2, 3 നാലാമത്തെ വ്യക്തി ആകുമ്പോഴേക്കും തിരഞ്ഞെടുത്തെത്തും. ലോജിക്ക് മാത്രം എടുത്താൽ മതി. ആ ലോജിക്ക് ഉള്ളത് പോലെ തന്നെ നിങ്ങൾ അലൂമിനി റിപ്പോർട്ടേഴ്സിനെ ഒക്കെ സെർച്ച് ചെയ്ത് നോക്കുക, അവരെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. ഇൻഡസ്ട്രി പ്രൊഫഷണൽസ് ആൻഡ് പിയേഴ്സ്, നിങ്ങളുടെ ഫീൽഡിലെ ഒരു ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള തോട്ട് ലീഡേഴ്സ് ഉണ്ടാവും. ആ തോട്ട് ലീഡേഴ്സ് ആരാണോ അവരെ എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് നിങ്ങളുടെ ഒരു നോളജ് ബേസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം അവർ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തായിരിക്കും, വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ നെക്സ്റ്റ് സാധനമാണ് അവർ ഷെയർ ചെയ്യുക. അപ്പൊ അവരെ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ഇൻസ്റ്റ ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്റർടൈൻമെന്റ് വാല്യൂ നോക്കിയിട്ടാണ് ആളുകളെ ഫോളോ ചെയ്യുക. ബട്ട് ഇവിടെ അവരുടെ നോളജ് വാല്യൂ നോക്കിയിട്ടാണ് നമ്മൾ ആളുകളെ ഫോളോ ചെയ്യുന്നത്. കറക്റ്റാണ്. കുറച്ചും കൂടെ എൻഗേജ്മെന്റ് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഗ്രൂപ്പ്സിൽ ജോയിൻ ചെയ്യും. നിങ്ങളുടെ ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ഉണ്ടാവും. നിങ്ങൾ മെക്കാനിക്കൽ ഫോക്കസിങ് ഓൺ EV ആണ് എങ്കിൽ ആ EVയിലുള്ള ലേറ്റസ്റ്റ് ചേഞ്ചും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഗ്രൂപ്പിലുണ്ടാവും. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അങ്ങനെ സംശയങ്ങൾ ചോദിക്കാം. നിങ്ങളുടെ കോൺഫിഡന്റ് ആണെങ്കിൽ അഭിപ്രായങ്ങൾ പറയാം. രണ്ടാമത് ലിങ്ക്ഡിനിൽ കുറെ വെർച്വൽ ഇവന്റ്സ് ഉണ്ട്. എന്തെങ്കിലും മീറ്റിംഗ്സ് ആയിരിക്കാം, ഡിസ്കഷൻ ഫോറംസ് ആയിരിക്കാം. അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള വെർച്വൽ ഇവന്റ്സ് കാണുകയാണെങ്കിൽ അത് വേറെ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് എങ്കിൽ അത് അറ്റൻഡ് ചെയ്യാം. എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ കാണുന്ന ഒരാൾക്ക് നിങ്ങൾ ഏതൊക്കെ ഗ്രൂപ്പിലുണ്ട് എന്നും നിങ്ങൾ ഏതൊക്കെ ഇവന്റ് അറ്റൻഡ് ചെയ്തു എന്നുള്ളതും നിങ്ങൾ എന്തൊക്കെ കമന്റ് ചെയ്തു എന്നൊക്കെ ഷെയർ ചെയ്തതൊക്കെ നോക്കി മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് അതിൻ്റെതായ സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചുകൊണ്ട് ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും, അനാലിസിസ് നടത്താൻ കഴിയും. സോഷ്യൽ മീഡിയ പേഴ്സണാലിറ്റി അനാലിസിസ് നടത്താനുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. സ്ട്രാറ്റജിക് കീവേഡ് യൂസ് അവിടെ പറഞ്ഞതാണ്. എല്ലാ സ്ഥലത്തും ആ കീവേഡ് എന്ത് ചെയ്യാൻ വിളിച്ചിട്ടുണ്ടാണ്. രണ്ട്, നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിന് സെക്കൻഡ് പോയിന്റ് ഇതാണ്, കസ്റ്റമൈസ് യുവർ ലിങ്ക്ഡിൻ പ്രൊഫൈൽ URL. നോർമലി ഇപ്പം ഒരു പക്ഷേ ഉണ്ടാവുക linkedin.com/12325 നിങ്ങളുടെ പേര് അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതൊന്ന് എഡിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ linkedin.com/your name ഹരീഷ് ആണെങ്കിൽ linkedin.com/ഹരീഷ് എന്ന രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും, കസ്റ്റമൈസ് ചെയ്യാം. ഇൻക്രീസ് യുവർ വിസിബിലിറ്റി, അത് പോസ്റ്റിംഗിലാണ്. നിങ്ങളെ ലിങ്ക്ഡിൽ എന്തൊക്കെയാണ് പോസ്റ്റ് ചെയ്യാറ്, അല്ലെങ്കിൽ കുറച്ചു പേർക്ക് അതിൽ ഉണ്ട്, അവരോടാണ് ചോദ്യം, നിങ്ങൾ എന്തൊക്കെയാണ് പോസ്റ്റ് ചെയ്യാറ്? എനിവൺ പോസ്റ്റ് ചെയ്ത ആൾക്കാർ എന്തെങ്കിലും പറയാമോ? ഇതാണ് പോസ്റ്റിംഗിന്റെ ഒരു തമ്പ് റൂൾ എന്ന് പറയുന്നത്. 40% നിങ്ങളുടെ കണ്ടന്റ് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. പോസ്റ്റിംഗ് ഉണ്ടാവില്ലേ, പ്രൊഫൈൽ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ലിങ്ക് പ്രൊഫൈൽ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഞാൻ പറയാം. സെൽഫ് ക്രിയേറ്റഡ്, സെൽഫ് ക്യൂറേറ്റഡ് കണ്ടന്റ്സ്, ഒറിജിനൽ ആർട്ടിക്കിൾസ്, എന്തിനെ കുറിച്ചൊന്നും എഴുതാലോ, നിങ്ങളുടെ സബ്ജക്റ്റിനെ കുറിച്ച്. നിങ്ങൾ ഒരു സബ്ജക്ട് പഠിക്കുകയാണെങ്കിൽ ആ പഠിക്കുന്ന സബ്ജക്റ്റിൽ വന്നിരിക്കുന്ന ഒരു മാറ്റത്തിനെ കുറിച്ച് എഴുതാം, ആർട്ടിക്കിൾസ് എഴുതാം. വീഡിയോ, ലിങ്ക്ഡിൽ ഏറ്റവും കൂടുതൽ ഇപ്പം പുതുതായിട്ട് കയറി വരുന്നത് വീഡിയോസ് ആണ്. അങ്ങനെ വീഡിയോസ് വേണമെങ്കിൽ ചെയ്യാം. ഏതെങ്കിലും കേസ് സ്റ്റഡീസ് നിങ്ങൾ അങ്ങനെ ചെയ്തെടുത്താൽ ഡോണ്ട് തിങ്ക് അബൌട്ട് ഇറ്റ് ഈസ് വാല്യുബിൾ ഓർ നോട്ട്. കറക്റ്റ് ആയിരിക്കണം, ഒതന്റിക് ആയിരിക്കണമെങ്കിൽ ഒതന്റിക് ആണെന്ന് തോന്നുകയാണെങ്കിൽ ക്ലിയറാണ്. നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങളുടെ സെൽഫ് ക്രിയേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ്.
അച്ചീവ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അത് സെക്ഷന്റെ ഭാഗമായിട്ട് പോകില്ല. സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ പ്രൊഫൈൽ സെറ്റപ്പിന്റെ ഭാഗമായിട്ട് പോകും. ദേ ആർ ഓൾ പെർമനന്റ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോർമൽ പോസ്റ്റ് ചെയ്യുന്നില്ല, അതായത് ലിങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ കണ്ടന്റ് പോസ്റ്റ് ചെയ്യണം. രണ്ടാമത് പോസ്റ്റ് ചെയ്യേണ്ടത് 30% നമ്മൾ ചെയ്യുന്നത് 30% ഫോക്കസ് എന്ന് പറയുന്നത് ഷെയർഡ് കണ്ടന്റ് ആണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി ലീഡറെ ഫോളോ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഒരു ഫീൽഡിലുള്ള ഒരു എക്സ്പെർട്ടിനെ ഫോളോ ചെയ്യുന്നുണ്ട്, ഒരു പ്രൊഫസറെ ഫോളോ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു കമ്പനി, സാം ആൾട്ട്മാൻ പറയുന്നു ഇന്ത്യയിൽ ChatGPT 5 ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ഇറ്റ് ഈസ് ഫ്രീ ഫോർ ഇന്ത്യൻസ് ടു ബിഗിൻ വിത്ത്. അതൊരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റ് വേണമെങ്കിൽ ആ ഫീൽഡിൽ അത് ഷെയർ ചെയ്യാം. ഇറ്റ് ഇസ് എ ഗ്രേറ്റ് മൈൽ സ്റ്റോൺ ഫോർ ഇന്ത്യൻസ്, താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ട് ഷെയർ ചെയ്യാം. മനസ്സിലാവുന്നുണ്ടേ? എന്ന് വെച്ചാൽ ചുമ്മാ ഷെയർ ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, അത് പോസ്റ്റ്മാന്റെ പണി മാത്രമാണ്. അപ്പുറം കണ്ടു പോസ്റ്റ് റീപോസ്റ്റ്, അത് കാര്യമില്ല. ആ പോസ്റ്റ് വായിച്ച് മനസ്സിലാക്കി അതിൽ നിങ്ങളുടെ ഒരു നോളജ് ലെവൽ എന്താ നിങ്ങൾ മനസ്സിലാക്കി, ആ ഒരു വിസ്റ്റം എന്ന് പറയുന്നത്, ആ വിസ്റ്റം കൂടെ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അതിനെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴേ അതിനെന്തുള്ളൂ, ഒരു വാല്യൂ ഫീൽ ചെയ്യും. സോ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് കൂടെ ഒരു 2 to 4 സെന്റൻസിൽ എഴുതിയിട്ടത് പോസ്റ്റ് ചെയ്യാൻ. അങ്ങനെ പോസിറ്റീവ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഓർഗനൈസേഷനെ കൂടെ എന്ത് ചെയ്യാം, ടാഗ് ചെയ്യാൻ വേണമെങ്കിൽ ആ ഓർഗനൈസേഷനെയോ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനെ കൊണ്ട് മെച്ചമുണ്ടാകാൻ വേണ്ടി കഴിയുന്ന മറ്റേതെങ്കിലും സ്ഥാപനങ്ങൾ. സപ്പോസ് നിങ്ങളുടെ ഫീൽഡിലെ ഒരു ടെക്നോളജി ചേഞ്ച് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന് സഹായകരമാവുമെന്നുണ്ടെങ്കിൽ ആ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ടാഗ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ നിങ്ങളുടെ ഫീൽഡിൽ വന്ന ഒരു ചേഞ്ച് വേറെ ഏതെങ്കിലും കമ്പനിക്ക് അവരുടെ ഒരു R&Dക്ക് സഹായമാവുമെങ്കിൽ അവരുടെ ടാഗ് ചെയ്യും. ആ രീതിയിൽ. അടുത്തതാണെന്ത്, മറ്റുള്ളവരുടെ പോസ്റ്റിന്റെ, മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ കീ ആയിട്ടുള്ള നമുക്ക് താല്പര്യമുള്ള നമ്മൾ കണക്ഷൻസ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവുമല്ലോ. സീരിയസ് ആയിട്ട് കണക്ഷൻ, അലുമിനിയുടെ കണക്ഷൻ ആക്കി വെച്ചിട്ടുണ്ട്, ലീഡേഴ്സ് ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പോസ്റ്റ് താഴെ പോയിട്ട് ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഗുഡ് ആഫ്റ്റർനൂൺ എന്നുള്ള സാധനത്തിന്റെ ആവശ്യമേ ഇല്ല. സർ യു റൈറ്റ് വെൽ, ഗ്രേറ്റ് പോസ്റ്റ്, നത്തിങ് ഗോയിങ് ടു ഡു. അല്ലാതെ അതിനോട് സപ്ലിമെന്റ് ചെയ്യാനോ യോജിക്കാനോ ഒക്കെയുള്ള കാര്യങ്ങൾ കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കമന്റ് ചെയ്യുമ്പോൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചെയ്യുന്നു. അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ കറക്റ്റ് അല്ലാത്ത വാക്കുകൾ നിങ്ങളുടെ കമന്റ്സിൽ വരികയാണെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ കമ്പനികൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്ക്രീൻ ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പേഴ്സണലായിട്ട് മനസ്സിലാക്കാൻ അവർക്ക് പറ്റുന്നുണ്ട് എന്നാണ്. അപ്പൊ അതും കൂടെ എന്ത് ചെയ്യാം, ഓർമ്മയിലേക്ക് കൊണ്ടുവരാം. 4:2 റൂളാണ് ഞാൻ നേരത്തെ പറഞ്ഞു. 40% സെൽഫ് കണ്ടന്റ്, 30% ഷെയർഡ് കണ്ടന്റ്, അഗൈൻ 30% ഓഫ് കണ്ടന്റ് എന്ന് പറയുന്നത് നിങ്ങൾ മറ്റുള്ള പോസ്റ്റുകൾക്ക് കൊടുക്കുന്ന കമന്റ്സ് ആണ്. ഒരു ദിവസം ഇരുന്നിട്ട് കംപ്ലീറ്റ് പ്രൊഫൈൽ എന്ത് ചെയ്യുക, സെറ്റപ്പ് ഫിനിഷ് ചെയ്യാം. 15 ചെയ്തിട്ട് പോകരുത്. ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രൊഫഷണലി ഫിനിഷ് ചെയ്യാം. And one more thing. So can you LinkedIn profile കാണാമോ? ഹലോ Sir. Yes, sir. കാണാം. Okay, thank you so much. Normally a LinkedIn profile will look like this. Okay. ഇതാണ് നിങ്ങളുടെ ഒരു അബൌട്ട് സെക്ഷൻ വരാം. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കാർഡ് ആവശ്യമുണ്ട്. അത് പ്രൊഫഷണലി ഡിസൈൻ ചെയ്ത് എടുക്കാം. ഫോട്ടോ വെക്കാം. ഇവിടെയാണ് നിങ്ങൾ ഞാൻ പറഞ്ഞ ഹെഡർ എന്ന് പറയുന്ന ടൈറ്റിൽ വരുന്നത്. നിങ്ങൾക്ക് പ്രൊഫൈൽ സെക്ഷൻ
അതൊന്നായിട്ട് ആഡ് ചെയ്യാം. നേരത്തെ പറഞ്ഞ സാധനങ്ങളുണ്ട്. പ്രൊജക്ട്സ് ആഡ് ചെയ്യാം, കാണാം അല്ലേ? കോഴ്സസ് ആഡ് ചെയ്യാം. ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ബേസിക് ടു ഡു കോഴ്സ് നെയിം കാര്യങ്ങൾ ആഡ് ചെയ്യാം. അഡീഷണൽ ആയിട്ട് കുറെ സാധനങ്ങൾ, വളണ്ടിയർ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ പ്രൊഫൈൽ സെക്ഷനിൽ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. റൈറ്റ് ഹാൻഡ് കോർണറിൽ നിങ്ങളുടെ പബ്ലിക് പ്രൊഫൈൽ ആൻഡ് URL കൊണ്ട് കാണാം. ഇത് ഒന്ന് എഡിറ്റ് ചെയ്യാം ഇവിടെ. അപ്പം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എഡിറ്റ് ആവശ്യമില്ല. ആക്ച്വലി എന്റെ പേര് തന്നെയുള്ളത് അനീഷ് KV എന്നുള്ളത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് നിങ്ങളുടെ പേരല്ല അവിടെ ഉള്ളത് എങ്കിൽ എന്ത് ചെയ്യാം, ആ പേര് മാറ്റിയിട്ട് സെറ്റ് ആക്കി എടുക്കാം. ഓക്കെ, ഇത് വളരെ അത്യാവശ്യമുള്ളതാണ്. കാരണം ഈ ഒരു ലിങ്ക് ആണ് നമ്മൾ എവിടെ ഉണ്ടാവുക, ഇവിടെ ഷെയർ ചെയ്യാം, നമ്മുടെ റെസ്യൂമെ സെക്ഷനിൽ ഷെയർ ചെയ്യാം. ക്ലിയർ ആണ്? ഇതാണ് നമ്മുടെ അബൌട്ട് എന്ന് പറയുന്ന സെക്ഷൻ വരുന്നത്. നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങളുടെ എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ, സ്കിൽസ്, ഇതൊരു ബേസിക് തിങ് ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാനാണ്. ഇവിടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എല്ലാ റെക്കമെൻഡേഷൻസ് ഇവിടെ കാണിക്കും. ആൻഡ് ഇതിന്റെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ഹോം പേജ് മൈ നെറ്റ്വർക്ക് എന്ന് പറയുന്ന സെക്ഷനിലുള്ള മൈ നെറ്റ്വർക്ക്. ഇവിടെ നിങ്ങളുടെ കണക്ഷൻസ് എന്തൊക്കെയാണ്, ആരൊക്കെ ആയിട്ട് കണക്ട് ഉണ്ട്, ആരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്, അതായത് ഗ്രൂപ്പിൽ മെമ്പേഴ്സ് ഉണ്ട്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ആ ഗ്രൂപ്പിൽ നിങ്ങളുള്ള ഗ്രൂപ്പിൽ ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പിലേക്ക് പോവാം. നിങ്ങൾക്കൊരു ഗ്രൂപ്പ് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ്സ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ്സിലോട്ടൊക്കെ പോകും. നിങ്ങൾക്ക് താല്പര്യമുള്ള ഗ്രൂപ്പാണ് എങ്കിൽ എന്ത് ചെയ്യാം, ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. മൈ നെറ്റ്വർക്കിലുള്ള രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് ഇവന്റ്സ് ആണ്. ഇവന്റ്സ് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇവന്റ്സ് നടക്കുന്നുണ്ട് എങ്കിൽ അത് ഓൺലൈനിൽ കാണിക്കണം. ഓൺലൈൻ ഇവന്റ്സ് ആണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, നോക്കി നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഇവന്റ്സിൽ അറ്റൻഡ് ചെയ്യാം. ആ ഇവന്റ്സിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സർട്ടിഫിക്കേഷൻ നോർമലി എന്ത് ചെയ്യപ്പെടും, ഇതിലേക്ക് അറ്റാച്ച് ചെയ്യപ്പെടും. പിന്നെയുള്ളത് പേജസ് ആണ്. നമ്മൾ ഏതെങ്കിലും സ്ഥാപനങ്ങളുടെ കമ്പനികളുടെ ഒക്കെ പേജസ് പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പേജസ് ഏതൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും. റൈറ്റ്, പിന്നുള്ളത് ജോബാണ്. ജോബ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ തന്നെ ലിസ്റ്റിലുണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോബ്സ് സെർച്ച് ചെയ്യാം. നമ്മുടെ ഒരു കരിയർ ഗോൾ എന്താണോ അത് വെച്ചിട്ട് നമുക്ക് ജോബ് സെർച്ച് ചെയ്യാം. നിങ്ങൾ സ്റ്റുഡന്റ് നിലയ്ക്ക് ലിങ്ക്ഡ് പ്രൊഫൈൽ സെറ്റപ്പ് ചെയ്ത സമയത്ത് തന്നെ നിങ്ങളോട് ചോദിക്കും നിങ്ങൾ സ്റ്റുഡന്റ് ആണോ എന്നുള്ളത്. സ്റ്റുഡൻഷിപ്പുള്ള ആളാണെങ്കിൽ ആ സ്റ്റുഡൻഷിപ്പ് എസ് കൊടുത്തിട്ട് പ്രൊഫൈൽ സെറ്റപ്പ് ചെയ്യാം. അപ്പൊ അത് കുറച്ചും കൂടെ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യാം, കുട്ടികളുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ കുറെ പേരും കാര്യങ്ങളും കൊടുത്തോണ്ടാണ് ജോയിൻ ചെയ്യാം. ആ രീതിയിൽ നമുക്കത് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. പ്രൊഫൈൽ കാണാം. അത്രയാണ് നോർമലി പ്രൊഫൈൽ സെറ്റപ്പിലുള്ളത്. കമന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് എഴുതണം. കമന്റ് എഴുതുന്ന സമയത്ത് നോർമൽ കമന്റ്സ് തന്നെ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് പറഞ്ഞു എന്താണ് ആ പോസ്റ്റ് യോജിച്ചിട്ടോ ഉള്ള ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ലിങ്ക്ഡിൻ തന്നെ ലിങ്ക്ഡിൻ ലേണിംഗ് എന്ന് പറയുന്ന ഒരു ആപ്പ് കൂടെ ഉണ്ട്. അത് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ലിങ്ക്ഡിൻ ലേണിംഗ്. ലിങ്ക്ഡിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനോ ഇനി ലിങ്ക്ഡിൻ കൊടുക്കുന്ന ഏരിയ മനസ്സിലാക്കാനൊക്കെ ആ ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ വേണ്ടതെങ്കിൽ ലിങ്ക്ഡിനിലെ പ്രീമിയം മെമ്പർഷിപ്പ് ലിങ്ക്ഡിനിലുണ്ട്. വേണമെങ്കിൽ കുറച്ചും കൂടെ ജോബ് സെർച്ചിൽ വിസിബിലിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ ജോബ് സെർച്ചും കൂടെ നമുക്ക് ലിങ്ക്ഡിൻ പ്രീമിയം കൂടെ എടുക്കാൻ വേണ്ടി കഴിയും.
നിങ്ങൾ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു എളുപ്പ വഴി നമ്മുടെ പ്രൊഫൈലും അബൌട്ട് സെക്ഷനും ഒക്കെ ക്വിക്ക് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെസ്യൂമെ പ്രിപ്പയർ ചെയ്തതിനു ശേഷം ആ റെസ്യൂമെ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ ലിങ്ക്ഡിന്റെ തന്നെ ടൂൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ റെസ്യൂമെ എടുത്തുകൊണ്ട് ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് തരുക. വേണമെങ്കിൽ ആ സെക്ഷനിൽ കൂടെ ഉപയോഗപ്പെടുത്തിയെടുക്കാം. ഓക്കെ. ആൻഡ് ഈ ലിങ്ക്ഡിനെ കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ, ചോദിക്കാനുണ്ടോ? No, sir. ഓക്കെ, നമുക്ക് കാണാം വീഡിയോ, ഫോട്ടോ, റൈറ്റ് ആർട്ടിക്കിൾ, ഇതൊക്കെ ബേസിക് സാധനങ്ങളാണ്. രണ്ട് കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കിയത്. ഓക്കെ, ടു തിങ്സ്. ഒന്ന്, LinkedIn profile, what was the question? So, was your career for LinkedIn Premium College provides with that's great. For 1 year, and I wasn't able to utilize it properly. So, I can get something like that. LinkedIn Premium, നമുക്ക് പർച്ചേസ് ചെയ്ത് വേണം. വേറെ ഓപ്ഷൻസ് ഇല്ല. അത് നമുക്ക് ഇപ്പൊ ഏത് ഇയറായി, ഫസ്റ്റ് ഇയർ, ഫൈനൽ ഇയറിലേക്ക് എത്തുന്ന സമയത്തൊക്കെ നമുക്കത് പ്രീമിയം വെർഷൻ ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ കാരണം ഇനിയുള്ള കാലത്ത് നമ്മൾ ലിങ്ക്ഡിൽ വേറെ ഒരു ഏരിയ ഉണ്ട്. ലിങ്ക്ഡിൽ തന്നെ നിങ്ങളിപ്പോ ഒരു ഇന്റർവ്യൂ പോവാണ്, നിങ്ങൾ ടാറ്റ മോട്ടോഴ്സിന്റെ ഒരു ഇന്റർവ്യൂവിന് പോകുന്നു, നിങ്ങൾക്ക് അറിയാം ആ ഇന്റർവ്യൂ ചെയ്യുന്ന ആരാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ R&D സെന്റർ ബാംഗ്ലൂരിലുണ്ട്. മീൻസ് സപ്പോസ് ആ R&D സെന്ററിന്റെ ഹെഡാണ് നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ എന്ത് ചെയ്യാം, ലിങ്ക്ഡിൻ പ്രൊഫൈൽ കയറിയിട്ട് അദ്ദേഹത്തെയൊക്കെയാണ് പോസ്റ്റ് ചെയ്തത് മനസ്സിലാക്കാൻ പറ്റും. മീൻവൈൽ നമ്മുടെ സെഷനെ കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് ഫോം നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ ഫേസ് ലാബിന്റെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊന്ത് ചെയ്യണം, ഒന്ന് ഫില്ല് ചെയ്യണേ. റിക്വസ്റ്റ് ആണ്, ഗൂഗിൾ ഫോം ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊന്ന് മറക്കാതെ ഫീഡ്ബാക്ക് ഒന്ന് തരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് ലിങ്ക്ഡിൻ ലേണിംഗ് ആണ്. ലിങ്ക്ഡിൻ ലേണിംഗ് നമുക്ക് ഉപയോഗിക്കാം. കറക്റ്റ്, ലിങ്ക്ഡിൻ ലേണിംഗിലാണ് ഇത് കൂടുതലായിട്ടും നിങ്ങൾക്ക് ഒരു ലേണിംഗ് സ്റ്റൈൽ റിലേഷൻഷിപ്പിലായിട്ട്. അപ്പൊ നമ്മൾ ഒരു ഇന്റർവ്യൂവിന് പോകുന്നുണ്ടെങ്കിൽ ആ ഇന്റർവ്യൂവിന്റെ പേഴ്സൺ ഇല്ലാത്തത് ലിങ്ക്ഡിൻ പ്രൊഫൈൽ കയറിയിട്ട് ചില ഓൺലൈൻ ടൂളുകളുണ്ട്. ആ ഓൺലൈൻ ടൂൾ ഉപയോഗിച്ചാൽ ആ പേഴ്സണ് ഒരു അനാലിസിസ് നടത്തിയിട്ട് നമുക്ക് തരും. എന്ന് വെച്ചാൽ ആ പേഴ്സൺ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത്, അത് പ്ലാനിങ്ങിന് ഫോക്കസ് കൊടുക്കുന്ന ഒരാളാണോ, ക്രിയേറ്റിവിറ്റിക്ക് ഫോക്കസ് കൊടുക്കുന്ന ആളാണോ, ഡിസിപ്ലിന് ഫോക്കസ് കൊടുക്കുന്ന ആളാണോ, മെറ്റിക്കുലസ് ആണോ, ടൈം എങ്ങനെയാണ്, അങ്ങനെ അയാളുടെ ചിന്തകളെ കുറിച്ച് അയാൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതാണ്, അയാൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത വാക്കുകൾ ഏതാണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിനെ പറ്റി ഒരു രീതി ചെയ്യുകയും അയാളോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ളതൊക്കെ ഫീഡ്ബാക്ക് തരുന്ന ടൂളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മനസ്സിലാക്കേണ്ടത് നേരെ തിരിച്ചുണ്ട്. ഓക്കെ, നമ്മൾ ലിങ്ക്ഡിൻ പ്രൊഫൈൽ കയറി അനാലിസിസ് നമുക്ക് തരുന്ന സോ നമ്മുടെ ഫീഡ്ബാക്ക് ഫോം മെസ്സേജിലുണ്ട്, ചാറ്റ് ബോക്സിലുണ്ട്, നമുക്ക് ഫിൽ ചെയ്യാം. ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റഡ് ആൻഡ് വെരിഫൈഡ് ആണ്, ബട്ട് സബ്സ്ക്രിപ്ഷൻ ഇല്ലാത്തത് പ്രശ്നമാകും. സബ്സ്ക്രിപ്ഷൻ എന്താ ഉദ്ദേശിച്ചത്? പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ആണ്.
ഇല്ല, പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ഒരു ജോബ് സെർച്ചിനൊക്കെ ഇറങ്ങുന്ന സമയത്ത് ആ സമയത്ത് എനിക്കറിയില്ല നിങ്ങൾ ഏത് സമയമാണെന്നുള്ളത്. ഫൈനൽ സെമ്മിലേക്ക് എത്തുന്ന സമയത്ത് ആ സെർച്ചിങ്ങിന്റെ ഒരു സമയമില്ലേ, ആ സമയത്ത് ഇപ്പം സുരക്ഷിതത്തിൽ നിൽക്കുന്നതുകൊണ്ട് ആ സമയത്ത് ഒന്ന് പ്രീമിയം ആക്ടിവേറ്റ് ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ അത് നിങ്ങൾക്ക് പ്രീമിയം സർവീസ് ഒക്കെ ചില ആളുകളായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീമിയം സർവീസ് തന്നെ വേണം, കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ പ്രീമിയം സർവീസ് ആക്ടിവേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അത് ഫിനാൻഷ്യൽ സ്ട്രെയിൻ അവിടെ ഉണ്ടെങ്കിൽ ആ ഓപ്ഷൻ എടുത്താൽ മതി. അത് അഫോർഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഗോ ഹെയർ ആൻഡ് ടേക്ക് ഇറ്റ്. കാരണം അത് എൻജോയ് ചെയ്യാൻ വേണ്ടി കഴിയും. എന്തായാലും ആ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടും. അപ്പോ അതിഗംഭീരമായ റെസ്യൂമെയും പ്രൊഫൈലും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓർമ്മിക്കുക, സ്കിൽ അപ്ഗ്രേഷൻ എപ്പോഴും ഇതിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അതിനെപ്പോഴും മനസ്സിൽ വെക്കാൻ വേണ്ടി ശ്രമിക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.